ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫീൽഡ് സപ്ലൈ അനുസരിച്ച് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതുപോലെ പമ്പ് കർവ്സ് എന്താണ്, ഇതിനെല്ലാം സംബന്ധിച്ച് നമുക്കൊരു നല്ലൊരു ഇൻസൈറ്റ് തന്നെ ഈ സെഷൻ കൊണ്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എഞ്ചിനീയർ സോബിൻ തോമസ് ആണ്. ആൾ ഇപ്പോൾ പൊൻകുന്നം സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. പക്ഷേ ഈ പമ്പ് സെറ്റ് ഡിസൈൻ, WTP ഡിസൈനിലെല്ലാം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള, എനിക്കൊന്ന് പ്രോജക്ട് ഡിവിഷൻ കുട്ടനാടാണ് തോന്നുന്നു കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയർ ആണ്. നമുക്ക് സോബിൻ തോമസിനെ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. എൻ്റെ പേര് സോബിൻ. ഞാൻ പൊൻകുന്നത്ത് ടാക്സി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഇതിൽ എന്താ പറയുക, ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് നമ്മുടെ പമ്പുകളുടെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യവശാൽ പഠിച്ചെടുത്തതാണ്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് സൈറ്റിൽ ആവശ്യമുള്ള, അതായത് നമുക്ക് ഫീൽഡിൽ ആവശ്യമുള്ള, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോജക്ട് ഡിവിഷനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഡാറ്റാസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്കത് ഡിസൈനും ആ ആസ്പെക്ട്സ് കുറച്ചുകൂടെ നമ്മളുടെ ഏരിയ നമുക്ക് വേണ്ട ഡാറ്റകൾ കിട്ടാൻ എളുപ്പമുണ്ട്. അപ്പം അറ്റ് ദ സെയിം ടൈം ഈ മെയിൻ്റനൻസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഡാറ്റാസ് ഒന്നും കാണത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പമ്പുകൾ ഡിസൈനും ഒക്കെ ഡീൽ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പമ്പിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേന് എന്താ പറയാ, പമ്പുകളെ പറ്റി പല ടൈപ്പ് പമ്പുണ്ട്, പല ടൈപ്പ് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് ഇങ്ങനെ ഒരു സെഷനിൽ അങ്ങനെയുള്ള പമ്പുകളെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമുക്കിപ്പോൾ ഒരു ട്രെയിനിങ് സെന്ററിൽ ഒരു ട്രെയിനിങ് നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്കത് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ലൈഡിൽ കാണിക്കാനും പറയാനും പറ്റും. കാരണം പലരും മൊബൈലിലായിരിക്കും ഇത് കയറുക. അപ്പൊ നമുക്ക് സ്ക്രീനൊന്നും ശരിക്കും കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മളോടൊരു പമ്പ് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു സോഴ്സ് ഉണ്ട്, ഒരു ടാങ്ക് ഉണ്ട്, അതിലേക്ക് ഒരു പമ്പ് നമുക്ക് പ്രപ്പോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതാണ് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിർഭാഗ്യവശാൽ കുറച്ച് തിരക്ക്, വളരെയധികം ഒരു എരുമേലി ശബരിമല സീസൺ തുടങ്ങിയതായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം തിരക്കായിട്ട് ഞാൻ ഓഫീസിലല്ല ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഒരു ഡിസ്കഷൻ പോലെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പിന്നീട് പരിഹരിക്കാം. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാലോ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, ഓക്കെ, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സാർ. ഫസ്റ്റ് ലൈനിലോട്ട് പോകാമോ? ഫസ്റ്റ് സ്ലൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. പറ്റുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാം സാർ. ഒന്ന് എൻലാർജ് ചെയ്യാമോ? സോബിന്റെ ഫസ്റ്റ് സ്ലൈഡ് അല്ല കാണുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് സ്ലൈഡ് അല്ല. ഓക്കെ ഓക്കെയാണ് സാർ. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഒരു പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മെഷീനറി. അതായത് എന്താ പറയാ, നമുക്ക് ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതിനെ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രം. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ കഥ ഈ മീറ്റിംഗിൽ പറയേണ്ട ആവശ്യമില്ല.
അപ്പം പമ്പുകളെ തന്നെ നമുക്ക് പമ്പുകളെ തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എന്താ പറയാ, നേച്ചർ ഓഫ് യൂസിന്റെ നേച്ചർ വെച്ചിട്ട്, അതായത് എന്താ പറയാ, വാട്ടർ പമ്പ്, സ്യൂറേജ് പമ്പ്, അങ്ങനെ പലതരം പമ്പുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ആ പമ്പുകളെ തന്നെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. പോയോ? പിന്നെ പോയി. ഓക്കെ. ഓക്കെ സാർ. ഓക്കെ ആയോ? ഓക്കെ ആണ് സാർ. ഓക്കെ ആയല്ലോ അല്ലേ? അതെ സാർ, കാണാം. ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ ഉപയോഗിക്കുന്ന എനർജീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിക് പമ്പ്, എന്താ പറയാ, മറ്റേ വിൻ പമ്പ്, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതാണ്, ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സും റോട്ടറി പമ്പ്സും. അപ്പം പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അതായത് ഒരു ഫിക്സഡ് വോളിയം ഫ്ലൂയിഡ് ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഇതിൽ ട്രാപ്പ് ചെയ്ത ശേഷം അതിനെ സിസ്റ്റത്തിലൂടെ മൂവ് ചെയ്യുക. ഉദാഹരണത്തിന് പിസ്റ്റൺ പമ്പ്, സ്ക്രൂ പമ്പ്, ഡയഫ്രം പമ്പ്സ് എക്സെട്ര, അങ്ങനെ പല സാധനങ്ങളുണ്ട്. പിന്നെയുള്ളത് എന്ന് പറയുന്നത് റോട്ടറി പമ്പ്. അതായത് ഒരു റോട്ടറി പമ്പ് എന്ന് പറയുമ്പോൾ എന്താ, അതിന് ഒരു ഔട്ടർ ഒരു കവർ ഉണ്ടാവും, കേസിംഗ് നമ്മൾ വിളിക്കും. പിന്നെ എന്താ പറയുക, അതിൽ ഒരു ഡിസ്ക് മൂവ് ചെയ്യുന്നുണ്ടാവും, അതിന് നമ്മൾ ഇമ്പല്ലർ എന്ന് വിളിക്കും. അതിനൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പീഡിൽ അത് മൂവ് ചെയ്യും. അപ്പം അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഫ്ലൂയിഡ് ട്രാൻസ്ഫർ നടക്കും. നമ്മളുടെ പമ്പുകളെല്ലാം തന്നെ മിക്കവാറും വരുന്നതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ, അതായത് റോട്ടറി പമ്പിൽ, അതായത് സെൻട്രിഫ്യൂഗൽ പമ്പ്, ടർബൈൻ പമ്പുകൾ, അങ്ങനെയുള്ള എല്ലാം വരുന്ന റോട്ടറി പമ്പിലാണ്. അപ്പൊ പിന്നെ റോട്ടറി പമ്പിൽ തന്നെ സിംഗിൾ ഇമ്പല്ലർ പമ്പുകളുണ്ട്, ഡ്യുവൽ ഇമ്പല്ലർ പമ്പുകളുണ്ട്, മൾട്ടി ഇമ്പല്ലർ പമ്പുകളുണ്ട്, അങ്ങനെ പലതരം പമ്പുകളുണ്ട് ഇതിൽ. ഇനി നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേന് നമുക്കൊരു പമ്പ് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഇതിൽ നമ്മളുടെ പമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആൻഡ് ഹെഡ് ആണ്. നമ്മുടെ ഒരു എസ്റ്റിമേറ്റ് പർപ്പസിന് വേണ്ടി നമ്മൾ എപ്പോഴും പറയുന്നത് ഇത്ര HP പമ്പ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുക ഒരു HP കണക്കിൽ പറയുക, അതായത് പവറാണ് പറയുക. പക്ഷെ നമ്മൾ ഒരു സപ്ലൈ ഓർഡർ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എസ്റ്റിമേറ്റിൽ HP റേറ്റ് ആണ് നമുക്കുള്ളതെങ്കിലും നമ്മളത് പറയുന്ന പമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുക, അതായത് അതിന്റെ ഡ്യൂട്ടി കണ്ടീഷൻ. അതിൽ രണ്ട് കാര്യമുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഡിസ്ചാർജ്, അടുത്തതെന്ന് പറയുന്നത് ഹെഡ്. ഈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എത്ര ക്വാണ്ടിറ്റി വെള്ളമാണ് നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ നമ്മൾ മൂവ് ചെയ്യുന്നത്. അതായത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എത്ര MQ per hour അല്ലെങ്കിൽ ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഒരു ടൈമുമായിട്ട് റിലേറ്റ് ആയിട്ട് എത്ര ക്വാണ്ടിറ്റി വെള്ളം നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്, അതാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാക്സിമം പ്രഷർ, അതായത് ഏത് പോയിന്റിലേക്കാണ് നമുക്ക് ഈ വെള്ളത്തിനെ മൂവ് ചെയ്യേണ്ടത്, ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്, അത് വാട്ടർ കോളത്തിന്റെ ഇത്ര മീറ്റർ, ഇത്ര ഹെഡിലേക്ക്, ഇത്ര ഹൈറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇത് രണ്ടും ഉള്ള ഒരു പമ്പിന്റെ ഡിസൈനിൽ വരുന്ന പ്രധാനമായ കാര്യം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പമ്പിന്റെ ഡിസൈനിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മെയിൻ്റെനൻസിലേക്ക് ഇരിക്കുമ്പം നമുക്കൊരു പമ്പ് ഡിസൈൻ ചെയ്യണം, എത്ര ഡിസ്ചാർജ് വേണ്ടെന്ന് ചോദിക്കുമ്പം പല ആളുകളും പറയും, നമ്മളോട് ആദ്യം തന്നെ പല ആളുകളും ഇങ്ങനെ പറയും, ടാങ്കിന്റെ കപ്പാസിറ്റി 3 ലക്ഷമാണ് ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയും. പക്ഷേ 3 ലക്ഷം കപ്പാസിറ്റി ഒക്കെ ഡിസ്ചാർജുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ 3 ലക്ഷം ലിറ്റർ വെള്ളം അവിടെ എത്ര സമയം കൊണ്ട് എത്തണം, അത് പറയുമ്പോഴാണ് ഡിസ്ചാർജ് ആകത്തുള്ളൂ. നമുക്ക് എത്ര ടൈം കൊണ്ട് അവിടെ എത്തണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കാര്യം. അതാണ് നമുക്ക് പമ്പിന്റെ ഡിസൈനിൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഒരു ഉദാഹരണത്തിന് നിങ്ങളിപ്പം എന്താ പറയാ, നമ്മുടെ പുതിയൊരു പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പുതിയൊരു പ്രൊജക്റ്റാണ്, ഒരു പഞ്ചായത്തിലേക്ക് വേണ്ടിയുള്ള ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അതിന് നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ടാവും. ആദ്യം ഒരു പോപ്പുലേഷൻ നമുക്ക് സെൻസസ് ഡാറ്റ വെച്ചിട്ടുള്ള, നമുക്ക് 2011 സെൻസസ് ഡാറ്റയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയിപ്പം സെൻസസ് വരുന്നുണ്ടെന്ന് പറയുന്നു, കൊറോണയായിട്ട് നടന്നില്ല, അപ്പൊ ഇനി വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ 2011 സെൻസസ് ഡാറ്റയുണ്ട്. ആ ഡാറ്റ വെച്ചിട്ട്
നമുക്കിപ്പം അടുത്ത പ്രോജക്റ്റ് നമുക്ക് 2 വർഷം, അതായത് 2025 നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ 2025 ഡാറ്റ പ്രൊജക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെപ്പറ്റി ഞാൻ പറയണോ വേണ്ടതെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ പിന്നെ LPCD ഒരാൾക്ക് എത്ര വെള്ളം വേണം എന്നുള്ള ആദ്യം പോപ്പുലേഷൻ എടുക്കുന്നു, 2025 വരുന്നു, നമ്മളൊരു 15 ഇയർ 30 ഇയർ ആ ഒരു ഇതിലേക്ക് ആ പോപ്പുലേഷനെ പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ പോപ്പുലേഷനെ പ്രൊജക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? നമുക്ക് എന്താ പറയാ, നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പലതരം നമ്മുടെ പ്രൊജക്ഷൻ മെത്തേഡ്സ് ഉണ്ടല്ലോ. അതായത് ഇൻക്രിമെന്റ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, ജിയോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രഷൻ ഉണ്ട്. ഇത് ഏത് മെത്തേഡ് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയേഴ്സിലെ ഡെക്കേഡ്സിലെ പോപ്പുലേഷനെ കമ്പയർ ചെയ്തിട്ട് ഏതാണ്, അതായത് 2001 ഉണ്ടായിരുന്ന 1991 ഇതിൽ നിന്ന് ഇത് പലതരം പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ 2001 ഏതിലേക്ക് എങ്ങനെയാണ് പ്രൊജക്ഷൻ വരുന്നത്, ഏതാണ് അതുമായിട്ട് കൂടുതൽ മാച്ച് ചെയ്യുന്നത്, ആ പ്രൊജക്ഷൻ അങ്ങനെ 1-2 വർഷം ഡെക്കേഡ്സിൽ നോക്കിയിട്ട് ആ പ്രൊജക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. നമ്മളുടെ ഇപ്പോഴത്തെ പ്രൊജക്ഷൻ എടുക്കുന്നത്. എന്നിട്ട് 15 ഇയേഴ്സ്, അടുത്ത വീണ്ടും 30 ഇയേഴ്സ്, അങ്ങനെ പ്രൊജക്ഷൻ നമ്മൾ ചെയ്യും. അപ്പം ഇതാണ് പ്രൊജക്ഷൻ ചെയ്യുന്നത്. പ്രൊജക്ഷൻ ചെയ്ത ശേഷം അതിനെ നമ്മൾ എത്ര LPCD വേണമെന്ന് നോക്കും. അതിനെ എന്താ പറയാ, അത് LPCD ആണോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കിട്ടും. പിന്നെ അതിന്റെ കൂടെ ലോസസ് ആഡ് ചെയ്യും, നമുക്ക് ഫയർ ഫൈറ്റിംഗ് ഡിമാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഇതെല്ലാം ചെയ്ത ശേഷം നമുക്ക് ആ ഒരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലേക്ക് വേണ്ടി ടോട്ടൽ വെള്ളത്തിന്റെ അളവ് കിട്ടും. ഈ അളവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അളവിലുള്ള വെള്ളം എല്ലാം കൂടെ ഒരിടത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിനെ സോൺ ആക്കുക. സോണിങ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട് വാട്ടർ സപ്ലൈ നടത്താൻ പറ്റും. ഇങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മളെപ്പോഴും അങ്ങനെ സോണിങ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റി സപ്ലൈ എല്ലായിടത്തും കിട്ടത്തക്ക രീതിയിൽ ചെയ്യുന്ന രീതിയിൽ ആണ് സെലക്ഷൻ എടുക്കുക. അപ്പോൾ ഗ്രാവിറ്റി രീതിയിൽ നമ്മൾ അങ്ങനെ എടുത്തു. ഈ സോണുകളിൽ ഒക്കെ നമ്മൾ ഇത്ര വാട്ടർ ഡിമാൻഡ് വേണമെന്ന് നമ്മൾ കണക്ക് കൂട്ടി. അപ്പൊ ഇത്രയും വാട്ടർ ഡിമാൻഡുകൾ വേണമെന്ന് വാട്ടർ ഡിമാൻഡ് വേണം നമ്മൾ കണക്ക് കൂട്ടി, ഡിമാൻഡ് കണക്ക് കൂട്ടിയിട്ട് എത്ര സമയം കൊണ്ട് ഇനി അടുത്ത ഡിസ്ചാർജിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് എത്ര സമയമാണ് അവിടെ വെള്ളം വേണ്ടത്, എത്ര സമയം കൊണ്ട് അവിടെ വെള്ളം എത്തിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതായത് ഇത് ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ എനിക്ക് ഇപ്പം നിങ്ങളിപ്പോ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരൊക്കെയാണെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ നിങ്ങളാണെ പോലും നിങ്ങൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറെ പ്ലാന്റുകളും ഒക്കെ ഡിസൈൻ ചെയ്തവർ കാണും, പമ്പിംഗ് ലൈനുകളൊക്കെ ഡിസൈൻ ചെയ്തവർ കാണും. കാരണം ജയം വന്നപ്പോഴത്തേന് എല്ലാം ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ ഒരു രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം അങ്ങനെയുള്ള അതിനൊന്നും എന്താ പറയാ, അതിനുള്ളൊരു എന്താ പറയാ അവസരം ഇല്ലായിരുന്നു. ഇപ്പൊ പക്ഷെ നിങ്ങൾക്ക് അവസരങ്ങൾ കൂടുതലാണ്. അപ്പം അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങൾ കൂടുതൽ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരുപാട് വർക്ക് വന്ന ശേഷം നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് പുതുമയുള്ള കാര്യങ്ങളായിരിക്കത്തില്ല, പക്ഷെ ചിലർക്ക് പുതുമയുള്ള കാര്യങ്ങളുമായിരിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അതിൽ ചെയ്യും. പണ്ട് കാലത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ അറിയുന്നുണ്ടാവും, നമ്മൾ 100 LPCDയിലാണ് ഇതിന്റെ ഡിസൈൻ നമ്മൾ ആദ്യം JJM ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം 100 തരില്ല, 50 എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ പറഞ്ഞു. നമ്മളെ കൊണ്ട് പിന്നെയും അതിന് കുറെ വർക്കൊക്കെ ചെയ്യിച്ചു. നേരത്തെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത്, രാജേഷ് സാറൊക്കെ ജോയിൻ ചെയ്ത സാറിന് നല്ലപോലെ അറിയാം. അതായത് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് 40 LPCD എന്നുള്ള രീതിയിലായിരുന്നു ഇതിനെ ചെയ്തുകൊണ്ടിരുന്നത്. 40 LPCD പെർ LPCD ആണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഇൻറ്റു 40 LPCD. നമുക്കറിയാം കേരളത്തിലെ ഒരു രീതിയിൽ നമുക്ക് 100 അല്ല 150 ലിറ്റർ വെള്ളം ഒരാൾക്കുണ്ടെങ്കിലും തികയില്ല. അപ്പൊ നമ്മൾ 40 LPCDയിൽ വെച്ച് ഡിസൈൻ ചെയ്താലത്തെ സ്ഥിതി എന്തായിരിക്കും? നമുക്ക് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പമ്പിന്റെ സൈസ് കുറയും, പമ്പിംഗ് മെയിന്റെ സൈസ് കുറയും, പ്ലാന്റിന്റെ സൈസ് കുറയും, ടാങ്കിന്റെ സൈസ് കുറയും, ഇതെല്ലാം കുറയും. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനും പിന്നെ നമുക്കിവിടെ അന്നൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് പവർ സപ്ലൈയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വൈകുന്നേരം വോൾട്ടേജിന്റെ ഇഷ്യൂ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ 16 അവേഴ്സ് പമ്പിങ് ആണെന്ന് എടുക്കാറുണ്ട്. 16 അവേഴ്സ് പമ്പിങ്. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ വെള്ളമാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്, പക്ഷെ അത് 16 അവേഴ്സ് കൊണ്ട് നമുക്ക് സപ്ലൈ ചെയ്യാം. അപ്പം 16 അവേഴ്സ് കൊണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന രീതിയിൽ എടുക്കുമ്പോൾ ഡിസ്ചാർജ് കൂടും. അതായത് ടൈം കുറഞ്ഞിട്ട് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സെയിം ആണ്, ടൈം കുറയ്ക്കുന്നു. അപ്പൊ അത് രണ്ട് രീതി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോഴും നമ്മൾ ഈ JJMന്റെ സ്കീമിൽ പലരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതൽ സൈസ്, പമ്പിംഗ് മെയിന്റെ സൈസ് കൂടുതലാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ആദ്യം വേണ്ടത് നമുക്കൊരു എന്താ പറയുക,
നമുക്ക് വേണ്ട വെള്ളത്തിന്റെ ഒരു ദിവസം വേണ്ട വെള്ളത്തിന്റെ ഒരു അളവ് കിട്ടി, അതിന് എത്ര സമയം കൊണ്ട് പമ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. അപ്പം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് അതിന്റെ ഡിസ്ചാർജ് ഇങ്ങനെ നമുക്ക് ഒരു പുതിയ പ്രൊജക്റ്റിൽ നമ്മൾ കൺകൂട്ടിയെടുത്തു. ഓക്കെ, ഇനി ഇത് പുതിയ പ്രൊജക്റ്റ് ഒന്നും അല്ല, നമ്മളുടെ ഒരു എന്താ പറയാ മറ്റേ നമ്മളുടെ എക്സിസ്റ്റിംഗ് മെയിൻ്റനൻസ് ഓഫീസാണെന്ന് വെച്ചു. മെയിൻ്റനൻസ് ഓഫീസ് നമുക്കൊരു ചെറിയ പമ്പ് ഹൗസ് ഉണ്ടാവും. എന്താ പറയാ, പമ്പ് ഹൗസ് ഉണ്ടാവും. പമ്പ് ഹൗസ് ഉള്ള ശേഷം നമുക്ക് ആ പമ്പ് ഹൗസിലേക്ക് ഒരു ചെറിയ പമ്പിംഗ് മെയിൻ അവിടെ കിടപ്പുണ്ടാവും. അപ്പം അങ്ങോട്ടേക്ക് ഒരു പുതിയ പമ്പ് വെക്കണം. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തൊരു അസസ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഡിസ്ചാർജിലാണേലും ഹെഡിലാണേലും ആ ഒരു അവിടെയാണ് ഇഷ്യൂ കൂടുതൽ വരുന്നത്. അതായത് നമുക്ക് തന്നെ അറിവുണ്ടാവില്ല ഇതിൽ എത്രമാത്രം ഡിസ്ചാർജ് ഈ പൈപ്പിന് ഇതിലൂടെ എത്രമാത്രം ഡിസ്ചാർജ് നമ്മൾക്ക് ആവശ്യമാണെന്ന് നമുക്ക് അറിവുണ്ടാവില്ല. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, നമുക്ക് അവിടെയുള്ള കണക്ഷൻസ്, അതിൽ നിന്ന് പോകുന്ന കണക്ഷൻസ് എടുക്കാം. ആ കണക്ഷൻസ് ഇൻറ്റു നമ്പർ ഓഫ് പേഴ്സൺസ് പെർ ഫാമിലി എന്നുള്ള രീതിയിൽ എടുക്കാം, പെർ കണക്ഷൻ എന്നുള്ള രീതിയിൽ എടുക്കാം. അതിനെ ഒരു മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. പ്ലസ് അവിടുത്തെ പബ്ലിക് ടാപ്പുകൾ കാണും. ആ പബ്ലിക് ടാപ്പിൽ ഒരു 1000 ലിറ്റർ അല്ലെങ്കിൽ 2000 ലിറ്റർ ദിവസം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കാം. എടുത്ത ശേഷം ഇതിനെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്താ പറയുക, അങ്ങോട്ടേക്കുള്ള വെള്ളത്തിന്റെ അളവ് ഏകദേശം കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി ആയിട്ടൂടെ കമ്പയർ ചെയ്തേക്കണം നിങ്ങൾ മെയിൻ്റനൻസിന് ചെയ്യുമ്പോൾ. ടാങ്കിന്റെ കപ്പാസിറ്റി, കാരണം ടാങ്കിന്റെ കപ്പാസിറ്റി ആയിട്ട് കമ്പയർ ചെയ്തില്ലേ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം എററുള്ള ഒരു ഡിസൈനിൽ എത്താൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത കേസിൽ ഇങ്ങനെയുള്ള നമ്മുടെ മെയിൻ്റനൻസിന്റെ സ്കീമുകളിലെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം, മിക്കവാറും ഉള്ളിടത്തെല്ലാം ഈ ചെറിയ ടാങ്കുകളുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിന്റെ അളവ് വേണ്ടതെന്ന് പറയുന്നത് രാവിലെ കൂടുതൽ വൈകുന്നേരം കൂടുതൽ ആ ഒരു രീതിയിലായിരിക്കും. അതായത് പീക്ക് ഫ്ലോ എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിലേക്ക് വരും. അതായത് വളരെ ആളുകൾ തിങ്ങി ഇടമുള്ള സ്ഥലം, അവിടെ രാവിലെ ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം, വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ ആവശ്യം. അപ്പൊ നമ്മൾ രാവിലെയും വൈകുന്നേരം പമ്പിങ് കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ടൈം അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അതായത് നമ്മളുടെ ടൈം എടുക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ രാവിലെ 4 മണിക്കൂർ, ചിലപ്പോൾ വൈകുന്നേരം 4 മണിക്കൂർ. നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ, ടാങ്കിന്റെ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് 8 hours ഒരു ഡ്യൂട്ടി കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാം. അതായത് രാവിലെ ഒരു 8 hours കൊടുക്കുക, 4 hours നല്ലൊരു അളവ് വെള്ളം അവിടെ ചെല്ലണം, ബാക്കി അതിൽ സ്റ്റോർ ചെയ്തിട്ട് വൈകുന്നേരം കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടി കുറയ്ക്കാൻ പറ്റും. സിംഗിൾ ഡ്യൂട്ടി ആയിട്ട് രാവിലെ വൈകുന്നേരം ആകുമ്പോഴും സിംഗിൾ ഡ്യൂട്ടി ആണെങ്കിലും, പക്ഷെ അതിൻ്റെ അത് ചില ഇഷ്യൂസ് ഒക്കെ വരും, ഡ്യൂട്ടി ചെയ്യുന്നവർ തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ വരും. കണ്ടിന്യൂസ് ആയിട്ട് അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത കേസ് ഇങ്ങനെ ഒരു നമ്മളുടെ ആ ഒരു ഡിസ്ചാർജ് നോക്കുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പമ്പിംഗ് മെയിൻ്റെ സൈസാണ്. അതായത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പമ്പ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ അവിടെ അവൈലബിൾ ആണ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഒരു ചിലപ്പോൾ ചെറിയ സ്കീം ആണെങ്കിൽ 80 mm CA പൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ GA പൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ 100 mm GA ആയിരിക്കാം, അല്ലെങ്കിൽ പഴയ AC ആയിരിക്കാം. അതൊക്കെയുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പം അതായിരിക്കാം. അപ്പം നമ്മളുടെ ഡിസ്ചാർജ്, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസ്ചാർജ് ഈ പൈപ്പിന് താങ്ങാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഡിസ്ചാർജ് എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടിയെ കൊടുക്കാം. പക്ഷെ നമ്മൾക്ക് പുതിയ സ്കീമുകളിൽ ഈ ഇഷ്യൂ ഇല്ല, കാരണം പൈപ്പിന്റെ സൈസ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ നമ്മളാണ് പൈപ്പ് ഇടുന്നത്. പക്ഷെ എക്സിസ്റ്റിംഗ് സ്കീമുകളിൽ നമുക്ക് ആ പൈപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ തന്നെയാണ്. പൈപ്പിന്റെ സൈസ്, അതായത് ആ പൈപ്പിന്റെ സൈസ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഡിസ്ചാർജ് ഫൈനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്കൊന്ന് ഈ കുറിക്കകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ഈ പമ്പിംഗ് മെയിൻ്റെ സൈസ് എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ, പമ്പിംഗ് മെയിൻ്റെ സൈസ് അല്ല, സോറി, വെലോസിറ്റി ഡിസൈഡ് ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ച ആളിൽ കൂടുതലുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അതായത് നമ്മൾ നോർമലി ഒരു ഡിസൈനിൽ നമുക്ക് എടുക്കുന്നതെന്ന് പറയുന്നത് 1 meter/second വെലോസിറ്റിയാണ് നമ്മൾ നോർമലി ഇതിൽ എന്താ പറയുക ഒരു പമ്പിംഗ് മെയിൻ്റെ ഡിസൈനിൽ എടുക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ പറയാം. അതായത് ഇപ്പം JJM വന്നപ്പോൾ നമുക്ക് നമ്മുടെ തിരക്കുകൾ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും എല്ലാം നമ്മളിങ്ങനെ എന്താ പറയാ എല്ലാ ഡിസൈനും എല്ലാം വളരെ ചെറുതായിട്ടൊക്കെ ചെയ്ത് ഇങ്ങനെയെല്ലാം പോയി. നേരത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, മറ്റേ ഇപ്പോഴും അവർ ആരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇക്കണോമിക് സൈസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു അനാലിസിസ്. അതായത് എക്കണോമിക് സൈസ് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു പുതിയ പൈപ്പ് ലൈൻ ഡിസൈൻ ചെയ്യുകയാണേലും
പുതിയൊരു പൈപ്പ് ലൈൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു വർക്ക് ഒരു പമ്പിംഗ് മെയിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒന്ന് പൈപ്പിന്റെ വിലയാണ്, പിന്നെ ഇത് കുഴിച്ചിടുന്ന അതിനുള്ള ചെലവ്, പിന്നെ അടുത്തത് ഇപ്പം അതിലും വലിയ ആ ഒരു കൺസൾട്ടേറ്റർമാർ റോഡ് റെസ്റ്റോറേഷൻ ഇപ്പോൾ അതിലും വന്നു. റോഡ് റെസ്റ്റോറേഷൻ ഇതിൽ വരുന്നില്ല, എക്കണോമിക് സൈസ് അനാലിസിസ് വരുന്നില്ല. പക്ഷെ പൈപ്പിന്റെ പൈസ പ്ലസ് അത് കുഴിച്ചിടുന്നതിനുള്ള ചെലവ്, അല്ലെങ്കിൽ പൈപ്പിന്റെ പൈസ മാത്രം എടുക്കുക, പൈപ്പിന്റെ പൈസ പ്ലസ് അതിന്റെ നമ്മൾ അതിൽ കൂടെ എത്ര ക്വാണ്ടിറ്റി വെള്ളം, എത്ര ചെറിയ പൈപ്പിൽ കൂടെ മാക്സിമം ക്വാണ്ടിറ്റി വെള്ളം നമുക്കങ്ങ് എത്തിക്കാമെങ്കിൽ നമുക്ക് അത്രയും പൈപ്പിന്റെ പൈസ കുറഞ്ഞല്ലേ ചിലവാകുള്ളൂ. പക്ഷെ അതിനൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ പമ്പിന്റെ പവർ കൂടുതലായിരിക്കും. പൈപ്പിന്റെ സൈസ് കുറയുമ്പോൾ പമ്പിന്റെ പവർ കൂടും. വെലോസിറ്റി പൈപ്പിന്റെ സൈസ് കൂടുമ്പോൾ കൂടുതൽ വെള്ളം അവിടെ ചെല്ലണമെങ്കിൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടണം. വെലോസിറ്റി കൂടും, അപ്പൊ നമുക്ക് കൂടുതൽ പവറിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ പവർ ചാർജ് അതിൻ്റെ അകത്ത് വരും. അപ്പൊ എക്കണോമിക് സൈസ് അനാലിസിസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതരം നമുക്ക് വേണ്ട ഡിസ്ചാർജ് ഉണ്ട്. നമുക്കുള്ള ഡിസ്ചാർജ് എത്രയാണെന്ന് നമുക്കറിയാം. അതായത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അറിയാം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വെച്ചിട്ട് ഇത്ര ടൈം കൊണ്ടാണെന്ന് അറിയാം. അപ്പൊ ഡിസ്ചാർജ് അറിയാം. ആ ഡിസ്ചാർജ്, ആവശ്യമായ ഡിസ്ചാർജ് എത്ര എന്താ പറയാ, നമ്മൾ പലതരം സൈസ് പൈപ്പ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കും. എന്നിട്ട് ആ ഒരു സപ്പോസ് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ക്വാണ്ടിറ്റി ഡിസ്ചാർജ് വേണ്ടിടത്ത് നമ്മൾ ഒരു 200ന്റെ പൈപ്പിൽ കൂടെ പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എനർജി ചാർജസ് എത്രയാണ്, നമ്മുടെ പൈപ്പിന്റെ കോസ്റ്റ് എത്രയാണ്, അത് കണ്ടുപിടിക്കും. അതുകൂടാതെ 250യുടെ പൈപ്പിൽ കൂടെ പമ്പ് ചെയ്യുമ്പോഴത്തേനുള്ള എനർജി ചാർജ്, അതിന്റെ ഇത് എന്താ പറയാ, പൈപ്പിന്റെ കോസ്റ്റ് ഒരു 300 എടുക്കും. അപ്പൊ ഇങ്ങനെ എക്കണോമിക് സൈസ് അനാലിസിസ് ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഓൾമോസ്റ്റ് എക്കണോമിക്കലായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഒരു 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോട് അടുപ്പിച്ചുള്ള ഒരു വെലോസിറ്റി ആണെങ്കിൽ അത് എക്കണോമിക്കലായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു നമ്മൾ അതിൻ്റെ അന്ന് കിട്ടുന്ന എക്കണോമിക് സയൻസ് അനാലിസിസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എന്നുള്ളതാണ് എടുക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ പുതിയ DI പൈപ്പുകളൊക്കെ വരുമ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് ഇപ്പോഴത്തെ കേസിൽ. കാരണം പവർ ചാർജസിനെ കഴിഞ്ഞും ഈ പൈപ്പിന്റെ ഒക്കെ വില ഭയങ്കര കൂടുതലാണ്. പവർ ചാർജ് കൂടുതലുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് എന്നാലും മാക്സിമം വെള്ളം എത്തിക്കണം എന്നുള്ള കൺസെപ്റ്റില് നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് എടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 2.5 ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ പറയണമെന്ന് വിചാരിച്ചാൽ, നമുക്ക് ക്ലാസ് അല്ല ഇങ്ങനെ കാര്യങ്ങൾ ക്ലാസ് എടുക്കുന്നതെന്ന് തന്നെ പറയാൻ പറ്റില്ല, ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുന്നേ പറയണമെന്ന് വിചാരിച്ചാണ് ഞാനിത് ഷെയർ ചെയ്യുന്നതിന്. കാരണം ഇതിന്റെ ആദ്യത്തെ തുടക്കത്തിൽ നമ്മുടെ സുജല എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു കൺസൾട്ടൻസി ഫേം ഉണ്ട്. അതിന്റെ ഒരു രാജീവൻ സാറുണ്ട്, നമ്മുടെ പഴയ SC ആണ്. അപ്പൊ സാറാണ് ഈ ഒരു പമ്പിന്റെ എനിക്കൊരു ക്ലാസ് സാറിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സിൽ സാർ പറഞ്ഞൊരു കാര്യം, 3 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ നിങ്ങൾ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, DI പൈപ്പിനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എടുക്കാൻ പറ്റും, തീർച്ചയായും തിയററ്റിക്കലി അത് എടുക്കാൻ പറ്റും. പക്ഷേ ഉള്ള ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെലോസിറ്റി കൂടുമ്പോൾ തന്നെ കൂടുന്ന ഒരു സാധനമുണ്ട്, അതായത് വാട്ടർ ഹാമർ എന്ന് പറയുന്ന സംഭവം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം റിട്ടേൺ ആയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് NRV ഒന്നും ഇല്ലാത്തടത്ത് ശരിക്കും പമ്പിന്റെ ബാക്കിലെ നട്ട് വരെ തെളിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ഒന്ന് കറണ്ട് പോയി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒന്ന് തിരിച്ചടിച്ചിട്ട് പമ്പിന്റെ പമ്പിനോട് കണക്ട് ചെയ്തിട്ട് പൈപ്പ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന ഡമ്മി പ്ലേറ്റിന്റെ നട്ട് ഊരി തെറിച്ചു പോകുന്ന രീതിയിലുള്ള പ്രഷർ ഇതിൽ വരും. അപ്പൊ അത് വെലോസിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. മാസ് ഓഫ് വാട്ടറും വെലോസിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഈ വാട്ടർ ഹാമർ എഫക്ട് എന്ന് പറയുന്നത് ഹൈ പ്രഷറാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ വാട്ടർ ഹാമർ എഫക്ട് കൂടുമ്പോൾ ഉള്ള ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസ്, ബെൻഡുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തള്ളാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പ്ലസ് അത് ഉണ്ടാകുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 100 മീറ്റർ പമ്പ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഹാമർ കൊണ്ട് വരുന്ന ഒരു എഫക്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഞാനൊരു ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈറ്റ് ഒരു 100 മീറ്റർ ഹെഡിലേക്ക് അല്ലെങ്കിൽ 80 മീറ്റർ ഹെഡിലേക്കൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ഒരു എന്താ പറയാ 200ന് മേളിലൊക്കെ പോകുന്ന രീതിയിലുള്ള 200 മീറ്റർ വാട്ടർ കോളത്തിന് മേളിൽ പോകുന്ന രീതിയിലുള്ള പ്രഷറൊക്കെ ചിലപ്പോൾ വരാം. അപ്പൊ അത്രയ്ക്ക് ഹൈ ആയിരിക്കും ആ ഒരു ഇൻസ്റ്റന്റിൽ വരുന്ന പ്രഷർ. അതിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. എന്താ പറയാ, പ്രഷർ റിലീസ് വാൽവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതൊരല്പം റിസ്കിയാണ്. അങ്ങനെ പിന്നെ DI പൈപ്പുകളാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെങ്ത് എടുക്കുകയും ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം പക്ഷെ ജോയിൻസ് ഒക്കെ ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ വാട്ടർ ഹാമറോട് അത്യാവശ്യം ഒന്ന് നമ്മുടെ കൺട്രോളിൽ നിൽക്കാൻ നല്ലത് ഒരു 1 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാകാറില്ല. നമ്മുടെ ഒരു ജനറൽ ഒരു വ്യൂല് അങ്ങനെ ഇക്കണോമിക് സൈസ് അനാലിസിസ് ചെയ്യുമ്പോൾ അത് കിട്ടും. അതുകൊണ്ട് നമ്മൾ 1 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ വെലോസിറ്റി നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പം ആ ക്വറിയുടെ ആൻസർ കൂടെയാണ് അത്. അതായത്
നമ്മൾ എത്രയാണ് വെലോസിറ്റി സാധാരണ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു 1 മീറ്റർ പെർ സെക്കൻഡ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതിനെക്കുറിച്ച് അല്പം കൂടിയാലും കുഴപ്പമില്ല, അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ എക്കണോമിക്കൽ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അത് പക്ഷേ കുഴപ്പമില്ല, ഓക്കെ എടുക്കാം, വലിയ വേരിയേഷൻ അങ്ങനെയൊക്കെ പോകാതെ എടുക്കാം. പിന്നെ നമ്മൾ എക്സിസ്റ്റിംഗ് സ്കീമുകളിൽ DI പൈപ്പുകളാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഒരെണ്ണം ഒരു സ്ഥലത്തായിരുന്നപ്പോഴത്തേനും നമുക്ക് നിർത്തിയേടുണ്ട്, കാരണം വെള്ളം കൂടുതൽ എത്തിയേ പറ്റൂ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മൾ 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എടുത്ത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ എയർ വാൽവുകളും പ്രഷർ റിലീസ് വാൽവും എല്ലാം വെച്ചിട്ടാണ് അവസാനം ചെയ്യണമെന്ന് പറഞ്ഞത്. അത് ചെയ്തിട്ട് കുഴപ്പമില്ലാതെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്തൊരു അൺസർട്ടനിറ്റി ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കൂടുമ്പോൾ തന്നെയുള്ള ഇഷ്യൂസ് വരാം. പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് അത്ര ഭയങ്കര ഹൈ ഹെഡ് ഒന്നുമില്ല, അങ്ങനെ ഒരു മെച്ചമുണ്ട്. അതുകൊണ്ടായിരിക്കാം ഹൈ ഹെഡ് ഉള്ളിടത്ത് പ്രഷർ വളരെ അധികം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്ത് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കീമിൽ നമുക്ക് ഉള്ള ഡയമീറ്റർ അതായത് നമ്മൾ ഉദ്ദേശിച്ച ഡിസ്ചാർജ് ഈ 1 മീറ്റർ പെർ സെക്കൻഡ് എടുക്കുമ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. Q = AV എന്ന് പറയുന്ന വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ്. അതായത് ആ ഇക്വേഷൻ വെച്ചിട്ട് Q = AV, ഏരിയ ആൻഡ് വെലോസിറ്റി 1 ആയിട്ട് ഫിക്സ് ചെയ്തു. അപ്പൊ ഡയമീറ്റർ ഇത്ര ക്യൂവിന് എന്ത് വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇത്ര മീറ്റർ പെർ സെക്കൻഡ് MQ പെർ സെക്കൻഡ് വെള്ളം ഒഴുകുന്നതിന് എത്ര ഏരിയ വേണം, എത്ര ഡയ വേണം. അത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ള പൈപ്പ് 100ന്റെ പൈപ്പ് അല്ലെങ്കിൽ 100 mm പൈപ്പ് വേണ്ടത് 1 മീറ്റർ പെർ എടുക്കുമ്പോൾ 200ന്റെ വേണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതും ചെക്ക് ചെയ്യണം. അപ്പം എക്സിസ്റ്റിംഗ് സ്കീമിലെ ഡിസ്ചാർജിനെ ചെയ്യുമ്പോൾ ഈ എക്സിസ്റ്റിംഗ് പൈപ്പിന്റെ ഡയമീറ്റർ നമ്മളൊന്ന് മനസ്സിലാക്കുക, കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഒക്കെ മനസ്സിലാക്കുക. ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ആ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹെഡാണ്. ഹെഡ്. അപ്പം ഹെഡിനെ പറ്റി പറയുന്നതിന് മുന്നേ അത് എങ്ങനെ ഓറിയന്റ് ചെയ്ത് ഓക്കെ, ഇത് ഹെഡിനെ പറ്റി പറയാം. ഹെഡിനെ പറ്റി താഴേക്ക് പറഞ്ഞു വരുന്നുണ്ട്, അപ്പൊ പറയാം. അപ്പൊ നമ്മളുടെ എന്താ പറയാ, ഇതില് നമ്മുടെ ഒരു പമ്പിന്റെ നമുക്ക് വേണ്ടത്, നമ്മുടെ വാട്ടർ അതോറിറ്റി നമുക്ക് വേണ്ടത്, നമ്മുടെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ ഒരു എക്സിസ്റ്റിംഗ് സ്കീം ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്കൊരു ഡിസ്ചാർജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കുക, ഇതൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ഡിസ്ചാർജും ഒരു ഹെഡ് മാത്രം തന്നു. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്ചാർജ്, പർട്ടിക്കുലർ ഹെഡ്, ഇത്രയുള്ള ഒരു പമ്പ് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് തരാനാണ് നിങ്ങളോട് പറയുന്നത്. കൂട്ടിക്ക് ഡിസ്ചാർജ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, അതിന്റെ ഹെഡും തന്നിരിക്കുക. എത്രയാണ് നിങ്ങൾക്ക് വേണ്ട, എത്ര എന്താ പറയാ, എത്ര HP പമ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ എസ്റ്റിമേറ്റ് തരിക. ഇതാണല്ലോ പറയുക, ഇന്ന് പറഞ്ഞ് നാളെ തരണമെന്ന് നമ്മളോട് പറയാറുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈ QH / 75 / എഫിഷ്യൻസി അത് HP-യിലുള്ള വാല്യൂ കിട്ടും. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. അതായത് Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഇൻ LPS, H എന്ന് പറയുന്നത് ഹൈറ്റ് ഇൻ മീറ്റർ, എഫിഷ്യൻസി നമ്മൾ നോർമലി 70 എടുക്കും. നമ്മളുടെ ഇതില് നമ്മളോട് 70 എടുക്കാനാണ് പറയുന്നത്, അപ്പൊ നമ്മൾ 70 എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ അത് ചെയ്യുന്നു. ഇനി ഇത് നമുക്ക് ആർക്ക് ഇത്രയും മാത്രം മതി. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ HP കിട്ടി, പരിപാടി കഴിഞ്ഞു പമ്പിന്റെ. ഇനി നേരെ എസ്റ്റിമേറ്റ് പോവുക. നമ്മുടെ എസ്റ്റിമേറ്റിൽ ഏതാണ് വെർട്ടിക്കൽ VT പമ്പാണെങ്കിൽ നമുക്ക് റേറ്റ് ഉണ്ട്, മറ്റേ സെൻട്രിഫ്യൂഗൽ പമ്പാണ് റേറ്റ് ഉണ്ട്, ഇനി സബ്മേഴ്സിബിൾ പമ്പാണ് പഴയ റേറ്റ് ആണെങ്കിലും ഉണ്ട്, ഒരു റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ റേറ്റ് അതിന്റെ സ്റ്റാർട്ടറും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ എസ്റ്റിമേറ്റ് തീരും. ഇത്രയും ഉള്ളൂ. പക്ഷെ ഈ QH / 75 എന്ന് പറയുന്ന ഒരു എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് അറിയണോ താല്പര്യമുള്ളവർക്ക്, കാരണം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് അതിൻ്റെ അകത്ത് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അറിയണമെന്നുള്ളവർക്ക് അത് ഞാനൊന്ന് ജസ്റ്റ് പറയാം. അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, കാരണം പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് തെറ്റില്ലാതെ എല്ലാം ചെയ്യാൻ പറ്റും. അതായത് അതെന്ന് പറയുന്നത് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ, റേറ്റ് ഓഫ് വർക്ക് ഡൺ, അല്ലെങ്കിൽ W/T. വർക്ക് ഡൺ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ QH / 75 എന്നുള്ളൂ. ഞാനിപ്പോ ഈ വർക്ക് ഡൺ ഈ എഫിഷ്യൻസി എന്നുള്ളത് മാറ്റി നിർത്തുക. എഫിഷ്യൻസി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. എഫിഷ്യൻസി അങ്ങ് മാറ്റി നിർത്തിയ QH / 75, Q in LPS ആൻഡ് H in മീറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒരെണ്ണം ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്, ഒരെണ്ണം ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് ആണ്. അപ്പം അതിൻ്റെ അകത്തൊരു ഡയമെൻഷനൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ മീറ്ററും മറ്റേ സെന്റിമീറ്റർ, ലെറ്റർ എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ ക്യൂബ് അല്ലേ വരിക.
അപ്പൊ അത് തമ്മിൽ മാച്ച് ആകുന്നല്ലോ എന്നുള്ള സംശയം നമുക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ പറയാന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് എല്ലാ LPSലൊക്കെയാണ് കൂടുതലും തരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതായത് അതെങ്ങനെയാണ് പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വർക്ക് ഡൺ പെർ ടൈം. അപ്പം ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇത്ര മാസ് ഉള്ള വെള്ളത്തിന് അതിന്റെ വെയിറ്റ് അത്ര, അതിന്റെ വെയിറ്റ് കിട്ടാൻ mg വെയിറ്റ് ആയി. ഓക്കെ, അതിനെ ഹൈറ്റിലേക്ക് നമുക്ക് പ്രൊജക്ട് ചെയ്യണം, ഡിവൈഡഡ് ബൈ ടൈം. അതായത് W/T എന്നുള്ളതിനെ mgh/ടൈം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ m/t എന്നുള്ള രീതി എടുത്താൽ, അതായത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്നത് വോളിയം. നമുക്ക് എപ്പോഴും കിട്ടുന്നത് നമ്മുടെ ഡിസ്ചാർജിലേക്ക് വരിക, കാരണം നമുക്ക് ആവശ്യം ഡിസ്ചാർജ് ആണ് നമ്മളുടെ കാര്യം. അപ്പം W × V. W എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ kg/m³. വോളിയം എന്ന് പറയുന്നത് m³ വോളിയം. അപ്പൊ WV യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ ടൈം. ആ യൂണിറ്റ് വെയിറ്റിനെ നമ്മൾ മാറ്റി വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വോളിയം ബൈ ടൈം. ഈ വോളിയം ബൈ ടൈം എന്താ? ഡിസ്ചാർജ് ആണ്. വോളിയം ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. അതായത് WQGH എന്ന് പറയുന്നതാണ് വാട്ടിലുള്ള പവർ കിട്ടും. അവിടെ വാട്ടിൽ ഇത്ര വാട്ട്സ് എന്ന് കിട്ടും. Q എന്ന് പറയുന്ന ഡിസ്ചാർജ്, G എന്ന് പറയുന്നത് നമുക്ക് W യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം kg/m³ ആണ്. Q ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ m³/s ആണ്. G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി m/s². H എന്ന് പറഞ്ഞാൽ മീറ്ററിൽ. അപ്പം WQGH വാട്ടിൽ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ W എന്ന് പറഞ്ഞാൽ എന്തുവാ? 1000 kg/m³ ആണ് വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ആ ക്യൂവിനെ LPSലേക്ക് ആക്കാനായിട്ട് എന്ത് ചെയ്യും? ഈ കിലോഗ്രാം ഇതിനെ എന്താ പറയാ, ക്യൂവിനെ മാറ്റുന്നതിനായിട്ട് ഡബ്ല്യുവിനെ 1000 എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ക്യൂ LPS ഞാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഡിവൈഡഡ് ബൈ 1000 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് m³/s ആവുമല്ലോ. അപ്പം അങ്ങനെ ആ യൂണിറ്റ് വെയിറ്റും ആ ഡിവൈഡഡ് ബൈ ഡിവിഷൻ 1000 വരുന്നവിടെ ക്യാൻസൽ ആയിട്ട് QGH വാട്ടിൽ കിട്ടും. എപ്പോഴാണ്? ക്യൂ LPS കൊടുക്കുമ്പോൾ WQGH വാട്ടി m³/s അങ്ങനെ ഇക്വേഷൻ വരും. QGH എന്ന് പറയുന്നത് വാട്ടിലേക്കും വരും. പിന്നെയുള്ളത് വളരെ സിമ്പിൾ ആണ്. HP ആക്കാനായിട്ട് 746 അല്ലേ വരിക, അതുപോലെ 715 നമ്മൾ അസ്യൂം ചെയ്തു. G എന്ന് പറയുന്നത് 9.81 എന്നുള്ളത് നമ്മൾ 10 ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പൊ അതങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ QH/75 HP. ഇതാണ് 75. അതാണ് HP-യിലുള്ള നമ്മുടെ ഇതിന്റെ പവർ. അപ്പൊ QH/75 കിട്ടി. ആ QH/75നെ ഡിവൈഡ് ബൈ നമ്മുടെ എഫിഷ്യൻസിയും കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എഫിഷ്യൻസി ഇപ്പം ഞാനിങ്ങനെ കുറച്ച് സമയമായിട്ട് പറയുന്നു, ഇതിൻ്റെ അകത്ത് എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും, കുറച്ച് കാര്യങ്ങൾ കിട്ടൂല. അപ്പൊ ഞാൻ എന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ബിലോ ആവറേജ് ആണെന്നാണ് എന്റെ കൂടെ ഉള്ളവർ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ജോലിയിൽ നമ്മൾ വളരെ പരാജയമാണെന്നാണ് എന്റെ കൂടെ ഉള്ളവർ പറയാറുള്ളത്. അപ്പം അത് എനിക്ക് എഫിഷ്യൻസി കുറവാണ്. കാരണം നിങ്ങൾക്ക് ഞാൻ ഈ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ അത്രയും ഞാൻ കൊടുക്കുന്ന അത്രയും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനെയാണല്ലോ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പമ്പിന്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന പവറിന്റെ അത്രയും ഇക്വലന്റ് ആയിട്ട് സാധനം അവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ആ അതിന്റെ ഡിഫറൻസ് ആണല്ലോ എഫിഷ്യൻസി. അതാണ് എഫിഷ്യൻസി. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നു 70% വേണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അവർ 40% എഫിഷ്യൻസിയോ 20% എഫിഷ്യൻസിയോ ഉള്ള ഒരു പമ്പ് കൊണ്ടുവന്ന് വെക്കും. നമ്മുടെ എനർജി ചാർജ് വളരെ ഹൈ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ നിങ്ങളോട് പറയേണ്ടതിന് ആവശ്യമില്ല. അപ്പം അതാണ് അതിന്റെ കാര്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, അതോർത്തോണം. അതായത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ മെയിൻ്റനൻസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഡിസ്ചാർജും ഹെഡും ഒക്കെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ ഈ പമ്പ് ഹൗസുകളിൽ നമുക്കൊരു പുതിയ പമ്പ് വെക്കണം. പമ്പ് ഹൗസിൽ ഒരു പമ്പ് ഇരിപ്പുണ്ട്, അത് മോശാവസ്ഥയിലാണ്. ഈ പമ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പം അതിന്റെ ഒരു റേറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നോക്കുന്നതിന് കുഴപ്പമില്ല, പോയി നോക്കാം. എവിടെയാണെന്നറിയോ? നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് അവിടെ ഇരിക്കുന്ന പമ്പിന്റെ HP നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും അതിനെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും കറക്റ്റ് ആവണമെന്നില്ല. 2 കേസിലാണ് പണ്ടൊക്കെ എഫിഷ്യൻസി കുറഞ്ഞ പമ്പുകൾ വെക്കുമായിരുന്നു, അപ്പൊ ഹൈ HP കൂടുതൽ കാണിക്കും. പിന്നെ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. അതായത് അന്ന് ഒരു കാലഘട്ടത്തിൽ HP അനുസരിച്ചായിരുന്നു ഈ പമ്പിന്റെയൊക്കെ റേറ്റ്. അപ്പം കൊണ്ടുപോയി വെക്കുന്നതും HP ആയിട്ടൊന്നും വലിയ ബന്ധം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഒരുപാട് പഴയ പമ്പുകളാണെങ്കിൽ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ തന്നെ കണ്ടു ബോധ്യപ്പെടുക. അപ്പൊ പുതിയ ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്, വാട്ടർ അതോറിറ്റിയിൽ ആയിരിക്കുന്ന ആളുകളോട്. അതൊരു കോമൺ ആയിട്ടുള്ള കാര്യം, പമ്പുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. അതായത്
ഒരു കാര്യവും നിങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞായിക്കോട്ടെ, എന്ന് പറഞ്ഞാൽ എക്സിയോ ഇയോ ആരെങ്കിലും പറഞ്ഞായിക്കോട്ടെ, നിങ്ങളുടെ ഓവർസിയർമാരോ അല്ലെങ്കിൽ വേറെ സ്റ്റാഫോ ആരെങ്കിലും പറഞ്ഞായിക്കോട്ടെ, ഓപ്പറേറ്റർമാർ പറഞ്ഞായിക്കോട്ടെ, ഇവർ പറയുന്ന എല്ലാം കേൾക്കണം. പക്ഷെ ഒരു കാരണവശാലും അത് കണ്ണും പൂട്ടി വിശ്വസിക്കണം. അതാണ് ഒന്നാമത്. എല്ലാം കേൾക്കണം, എല്ലാം ഉൾക്കൊള്ളണം, പക്ഷെ ഒരു കാരണവശാലും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് ശരിയാണ് എന്ന് വിചാരിക്കും. പക്ഷെ അത് ശരിയായിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വളരെ എഞ്ചിനീയറിംഗ് കാര്യങ്ങളും ഒക്കെ പറയുന്ന എന്താ പറയാ പല പല കലാപരിപാടികളുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചിലപ്പോൾ ഒരു പൈപ്പ് ലൈൻ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ആദ്യം എന്താ പറയാ ഒരു AC പൈപ്പ് ഉണ്ട് അവിടെ. ഞാൻ എവിടെയൊന്നും പറയുന്നില്ല, പോട്ടെ, അവിടെ ഉണ്ട്. അവിടെ ഇതിൽ കൂടെ വെള്ളം വളരെ കുറവാണ് ഇവിടെ വരുന്നത്. അപ്പൊ ചീത്തവിളി കേട്ട് നമ്മളങ്ങ് വല്ലാണ്ടാകുക. വേനൽക്കാലത്തും ചീത്തവിളി കേൾക്കുന്നുണ്ട്. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സാറേ അത് 6 പിരി തുറന്നു. പക്ഷെ സാറേ 6 പിരി മാക്സിമം കേട്ടോ, ഈ ഒരു 2 പിരി കൂടെ തുറന്നു കഴിഞ്ഞാൽ അത് പൊട്ടും ഉറപ്പാണെന്ന്. പക്ഷെ നമുക്ക്, ഞാനന്ന് എന്താ പറയാ, നമ്മൾ പുതിയതായിട്ട് വന്നു, ഇത് ചെയ്യുന്നു, നമ്മൾ അവിടെ തന്നെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഫുൾ ടൈം അവിടെ തന്നെ കിടപ്പാണ്, അവിടെ തന്നെയാണ്, വർക്കിലാണ്, ഫീൽഡിലാണ്. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ ഈ മനസ്സിലാകാത്ത കാര്യം, ഇത് എന്താണ് ഈ സംഭവിക്കുന്നത്? കാരണം നിങ്ങളൊരു പമ്പ്, ഒരു പൈപ്പ് ലൈനിൽ ഒരു വാൽവ് തുറന്നു വിട്ടു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വാൽവ് തുറന്നു വിട്ടു, ആ പൈപ്പ് ലൈൻ ഫുള്ളി വെള്ളമായി നിറഞ്ഞു എന്ന് പൊട്ടിക്കൂ. പിന്നെ നിങ്ങൾ 8 പിരി തുറന്നാൽ എന്താ, 10 പിരി തുറന്നാൽ എന്താ, 20 പിരി തുറന്നാൽ എന്താ, ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ അരപ്പിരിയെ തുറക്കുന്നുള്ളൂ, ഒരു തുള്ളി വെള്ളമായി പിന്നെ വിടുന്നുള്ളൂ. ആ ഒരു തുള്ളി വെള്ളം നിങ്ങളുടെ വേറെ പ്രൊവൈഡഡ് ഇടയ്ക്ക് എന്താ പറയാ ലീക്ക് ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു തുള്ളി വെള്ളം അപ്പുറത്ത് വന്ന് ചാടും. അല്ലേ? ശരിയാണ്. എനിക്ക് അതല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങൾ ഒരു വാൽവ് തുറന്ന് അതിന്റെ ഔട്ട്ലെറ്റിൽ ഒരു വെള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം വീഴാൻ ആയിട്ട് നമ്മൾ വാൽവ് തുറന്നാൽ ആ ഒരു തുള്ളി വെള്ളം വീഴും. അവിടെ വേറെ ഒരു എന്താ പറയാ പ്രഷറിന്റെ കൂടുതലോ കുറവോ ഒന്നും അതിനകത്ത് വരുന്ന ഒരു പ്രശ്നമുണ്ട്, അതേ വരും, വേറൊന്നും പറ്റില്ല. അപ്പൊ ഈ 6 പിരി തുറന്നിട്ട് പിന്നെ 2 പിരി കൂടെ തുറന്നാൽ പൊട്ടുന്നെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്ന് നമ്മൾ ആലോചിച്ചു. ഒന്നത്, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇങ്ങനെയുള്ള കുറെ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ നമ്മൾക്ക് എല്ലായിടത്തു നിന്ന് കിട്ടും. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അതേ മേളിൽ നിന്ന് കിട്ടും, താഴെ നിന്ന് കിട്ടും, എല്ലായിടത്തു നിന്ന് കിട്ടും. അപ്പം ഒരിക്കലും നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ തന്നെ ബോധ്യപ്പെടുകയാണ് ആദ്യം വേണ്ടത്. എല്ലാം കേൾക്കണം, മനസ്സിലാക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബോധ്യപ്പെടണം. പക്ഷേ ഇതിന് ഈ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നിങ്ങൾ ഈ വാൽവ് തുറക്കുന്നതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 5 പിരി 6 പിരി വാൽവ് തുറന്ന ശേഷം വീണ്ടും പിന്നീട് പെട്ടെന്ന് തന്നെ വാൽവ് പിരി തുറക്കുന്ന, അതായത് ഓപ്പൺ ചെയ്ത് ഡിസ്ചാർജ് കൂട്ടുന്ന പ്രോസസ്സ് പതുക്കെ എന്താ പറയാ ചെയ്തില്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് empty ആയിട്ട് കിടക്കുന്ന ഒരു പൈപ്പ് ലൈൻ ആണെങ്കിൽ എൻട്രാപ്ഡ് എയർ, അതിന്റെ എയറിന് പുറത്തു പോകാൻ സഫീഷ്യന്റ് ആയിട്ടുള്ള എയർ വാൽവുകളും ഇല്ലെങ്കിൽ പൈപ്പ് ലൈൻ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം എയർ വന്നിട്ട് അവിടെ ബേസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമാണ് അതിലുള്ളത്. അപ്പം അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാൻ, എനിക്കൊന്ന് JJM വന്നവരുടെ ആളുകൾക്ക് ഇതൊന്നും ആലോചിക്കാൻ തന്നെ സമയമില്ല. അത് വേറെ കാര്യം. കാരണം അത്രയൊന്നും ശരിക്കും പറഞ്ഞാൽ JJM വരുന്നതിന് മുന്നേ അവരെ മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ JJM എടുക്കുന്നുണ്ട്, മെയിൻ്റനൻസ് എടുക്കുന്നുണ്ട്. അപ്പം ഇതൊന്നും ഇനിയിപ്പം JJM മാറിക്കഴിയുമ്പോൾ മെയിൻ്റനൻസ് ഒരു പ്രശ്നമേ അല്ലാതായി മാറുമായിരിക്കും എല്ലാവർക്കും. കാരണം പണ്ട് മെയിൻ്റനൻസ് വലിയ പ്രശ്നമായിരുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെക്നിക്കലി ആലോചിക്കുക, ചെയ്യുക. പിന്നെ ഒരു സാധനം തുറന്നു വിട്ടു, പൊട്ടുകയാണെ പൊട്ടട്ടെ, ഒന്ന് തുറന്നു വിടണം. തുറന്നു വിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ, ഞാൻ ആ പറഞ്ഞ കേസിൽ നമ്മൾ തുറന്നു വിട്ടു. ഈ പൈപ്പ് ലൈൻ തുറന്നതിന്റെ പുറകെ നമ്മൾ വണ്ടിയിൽ പോയി, വെള്ളം അവിടെ എത്തി, വെള്ളം അത് കഴിഞ്ഞ ശേഷം 20 പിരി തുറന്നിട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതാണ് ഉള്ള കാര്യം. അത് പൊട്ടട്ടെ എന്ന് പറഞ്ഞാലും പൊട്ടിക്കുന്നത് വലിയ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്താകരുത്. മഴക്കാലത്തൊക്കെ ചെയ്തു നോക്കുക. അല്ലാതെ വേനൽക്കാലവും നല്ല അത്യാവശ്യമുള്ളടത്ത് ഒരു ഉത്സവം വരുമ്പോഴോ ഒരു പ്രോഗ്രാം വരുമ്പോഴോ ആ സമയത്തൊന്നും ചെയ്യരുത്. അല്ലാതൊക്കെ ചെയ്തു നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മളിപ്പോ ഞാൻ ആ ഇക്വേഷനും എല്ലാം പറഞ്ഞു. അതെ, ഓറിയന്റ് ചെയ്തതിൽ ഒരു വ്യത്യാസമുണ്ട്. കാരണം എനിക്ക് സമയം കുറഞ്ഞു പോയി, അതുകൊണ്ട് അത് വീണ്ടും ഒന്നും അറേഞ്ച് ചെയ്തില്ല. ഓക്കെ, അപ്പം ഹെഡിനെ കുറിച്ച് പറയാം. നമ്മൾ ഹെഡിനെ പറ്റി പറയുമ്പോഴത്തേന്, ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക്, നമുക്ക് ഏത് പോയിന്റിൽ നിന്നാണോ ഏത് പോയിന്റിലേക്കാണോ വെള്ളം എത്തിക്കേണ്ടത് ആ ഹൈറ്റ്, അതാണ് നമ്മൾ ഹെഡ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പം ക്വാണ്ടിറ്റി Q × H / 75 by 70, അതായത് എഫിഷ്യൻസിയുടെ 70. അതിലെ H-നെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ട്. H എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു പമ്പിനെ സംബന്ധിച്ചിടത്തോളം 2 സൈഡ് ഉണ്ട്. അതായത് സക്ഷൻ സൈഡും ഡെലിവറി സൈഡും. ഓക്കെ, അപ്പം സക്ഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പമ്പിന്റെ ഇൻലെറ്റ് വരുന്ന സൈഡ്. ഡെലിവറി സൈഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ?
ഔട്ട്ലെറ്റ് സൈഡാണ്, അതായത് പുറത്തേക്ക് വരുന്ന സൈഡ്. ഈ ഇതാണ് രണ്ട് സൈഡ് ആയിട്ടുള്ളത്, അതായത് സക്ഷൻ ഹെഡ്, സക്ഷൻ സൈഡും ഡെലിവറി സൈഡും. ഇനി ടോട്ടൽ ഹെഡ്, നമുക്ക് ഈ മൊത്തം ഹെഡ് എന്താണ് വരുന്നത്? അതായത് നമുക്കൊരു പോയിന്റിൽ, നമുക്കൊരു വെള്ളം ഒരു പോയിന്റിൽ അവൈലബിൾ ആയിരിക്കും. അതിനെ നമുക്ക് പമ്പിന്റെ ഇമ്പല്ലറിന്റെ അവിടെ എത്തിക്കണം. അതിനും ഡിഫറെന്റ് കേസസ് ഉണ്ട്, അത് പറയാം നമുക്ക്. അപ്പൊ ആദ്യം ഇങ്ങനെ ആലോചിക്കാം, വെള്ളം ഒരിടത്തുണ്ട്, അതിനെ പമ്പിന്റെ ഇമ്പല്ലറിന്റെ ലെവലിൽ എത്തിക്കണം. അപ്പൊ അത് സക്ഷൻ ഹെഡായി. അവിടുന്ന് അത് പമ്പ് ചെയ്ത് നമ്മുടെ ടാങ്കിൽ എത്തിക്കണം. അപ്പോൾ അത് ഡെലിവറി ഹെഡായി. ഓക്കെ, ഇനി ഇത് മാത്രമുള്ളൂ അതിൻ്റെ അകത്ത്. അതായത് നമ്മൾ പമ്പ് ചെയ്യുമ്പം വെള്ളം അങ്ങ് പോയിക്കൊണ്ടിരിക്കത്തൊന്നുമില്ലല്ലോ. വെള്ളം ബെൻഡുകളുണ്ട്, അങ്ങനെയുള്ള പല പല സാധനങ്ങളുണ്ട്. ഇതെല്ലാം വരുമ്പോഴത്തേനും ഒടിഞ്ഞും തിരിഞ്ഞും പോകുമ്പോൾ അതിൻ്റെതായ ലോസസ് വരും, പ്ലസ് ഫ്രിക്ഷൻ ലോസും വരും. ഓക്കെ, അപ്പോൾ ഒരു പമ്പ് ഇതാണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാട്ടർ ലെവൽ ഇവിടെ നിൽക്കുന്നു. ആ വാട്ടർ ലെവലിൽ നിന്ന് പമ്പിന്റെ ആ സെന്റർ പോയിന്റ് വരെയുള്ള ഭാഗം സക്ഷൻ സൈഡായി, സക്ഷൻ ഹെഡുമായി. അവിടുന്ന് ഈ ടാങ്കിലേക്കാണ് വീഴേണ്ടത്, അവിടെ ഡെലിവറി സൈഡുമായി. പിന്നെ ഈ പടത്തില് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാൽ ഈ പടത്തിൽ ഒരു കാര്യം പറയാം. എല്ലാവരും ചെയ്യുന്ന ഒരു കൺഫ്യൂഷനിങ് ആയിട്ടുള്ള ഒരു കൺഫ്യൂസിംഗ് ഒന്നുമല്ല, സിമ്പിൾ ആണ്. പക്ഷെ എങ്ങനെയാണ് നമ്മളുടെ ഈ NRV പമ്പ് കഴിഞ്ഞ ശേഷം ഈ NRV ഈ സ്ലൂയിസ് വാൽവും കൊടുക്കേണ്ടതെന്നുള്ളത് പലപ്പോഴും ആളുകൾക്ക് ചിലപ്പോൾ സംശയം വരും. അത് എവിടെ കൊടുത്താൽ എന്താ കുഴപ്പമെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട്. എന്നാൽ രണ്ട് കേസ്, ഇതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. അതായത് പമ്പിൽ നിന്ന് ആദ്യം വന്ന് NRV, പിന്നെ വന്ന് സ്കവർ വാൽവ്. ഇത് കൊടുക്കുന്നുണ്ടുള്ള ബെനിഫിറ്റ് ഇതൊന്നുമല്ല. ഈ NRV എപ്പോഴും കംപ്ലൈന്റ് വരാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അപ്പൊ ആ NRV നമുക്കൊന്ന് റിമൂവ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് നോക്കണമെങ്കിൽ നമ്മൾ ഈ കംപ്ലീറ്റ് ലൈൻ എംറ്റി ആക്കാതെ പറ്റും. നമുക്ക് ഈ സ്കവർ വാൽവ് ഒന്ന് അടച്ചിട്ടാൽ. പിന്നെ അടുത്തൊരു മെയിൻ്റനൻസിലുള്ളവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാറുണ്ട്, പ്രാക്ടിക്കലി ചെയ്യാറുള്ള കാര്യം. അതായത് നമുക്ക് നമ്മുടെ വെല്ലിലും എല്ലാം എപ്പോഴും വെള്ളം കയറാറുണ്ടല്ലോ. വെല്ലിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക്കും ബാക്കി വേസ്റ്റും എല്ലാം കയറാറുണ്ടല്ലോ. അതെല്ലാം കുറഞ്ഞ് ഡിസ്ചാർജ് കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു ചെറിയ സൂത്രപ്പണി ചെയ്യാറുണ്ട്. ഭയങ്കര എന്താ പറയാ, അതായത് NRVയുടെ അകത്തെ ഫ്ലാപ്പ് മാറ്റിയിട്ട് ഈ വാൽവ് അടച്ച ശേഷം ആദ്യം അടയ്ക്കും, NRV ഓപ്പൺ ചെയ്യും, ഫ്ലാപ്പ് മാറ്റും, എന്നിട്ട് സ്കവർ വാൽവ് തുറന്നു വെക്കും. അപ്പൊ എന്ത് പറ്റും, വെള്ളം തിരിച്ചിറങ്ങി ഈ പ്ലാസ്റ്റിക്കിനെ കുറച്ച് വെളിയിൽ കളയും. ഇത് ചെയ്യാറുള്ളതാണ്. ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പാടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകും, ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ചെയ്ത് കഴിഞ്ഞാലും വേറെ ഇഷ്യൂ ഒന്നും വലിയ കാര്യമായിട്ട് വരാറില്ല. ഓക്കെ, അപ്പം അതിനുവേണ്ടി അപ്പൊ NRV ആണ് ഫസ്റ്റ് വരുന്നത്, പിന്നെയാണ് സ്കവർ വാൽവ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. സെക്ഷൻ ഹെഡും മറ്റേ ഡെലിവറി ഹെഡും, പിന്നെയുള്ളത് ലോസസ് ആണ്. ഓക്കെ, സക്ഷൻ ഹെഡിന്റെ സൈഡിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് കേസസ് വരും. അതായത് ഒന്നെന്ന് പറയുന്നത് വാട്ടർ ലെവൽ ലോവർ ദാൻ സെൻട്രൽ ലൈൻ ഓഫ് ദ പമ്പ്. അതായത് അത് വേണ്ടത് ഇത്, അതായത് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇതാണ് പമ്പിന്റെ സെൻട്രൽ ലൈൻ. അവിടെ നിന്ന് വാട്ടർ ലെവൽ താന്നാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതൊരു കേസ്. അടുത്ത കേസ് എന്ന് പറയുന്നത് വാട്ടർ ലെവൽ ഹയർ ദാൻ സെൻട്രൽ ലൈൻ ഓഫ് പമ്പ്. അതായത് സെൻട്രൽ ലൈൻ ഓഫ് പമ്പ് ഇതാണ്, വാട്ടർ ലെവൽ ഇതാണ്. അതായത് വാട്ടറിന് തന്നെ ഒരു പൊട്ടൻഷ്യൽ എനർജി അപ്പൊ തന്നെ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം ഇതിനെ പറയുന്ന ഒരു പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ നമ്മൾ പറയാ, പോസിറ്റീവ് സെക്ഷൻ എന്ന് പറയും. അതായത് വാട്ടർ ലെവല് ഓൾറെഡി നമുക്ക് നമ്മുടെ പമ്പിന്റെ സെൻട്രൽ ലൈനിനും മുകളിൽ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ പോസിറ്റീവ് സെക്ഷൻ പമ്പ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വാട്ടർ ലെവല് നമുക്ക് ഇവിടുന്ന് ഇതിനെ ലിഫ്റ്റ് ചെയ്ത് ഈ പോയിന്റിൽ കൊണ്ടുവന്നാൽ മാത്രമേ സെൻട്രൽ ലൈൻ, അതായത് ഇമ്പല്ലറി കൊണ്ടുവന്നാൽ മാത്രമേ അതിനെ ഡെലിവർ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇത് ഓൾറെഡി സെൻട്രൽ ലൈൻ ഓഫ് പമ്പിൽ ഉണ്ട്. അപ്പൊ അത് അവിടുന്ന് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് പോസിറ്റീവ് സെക്ഷൻ. എന്താണ്? വാട്ടർ ലെവൽ ഹയർ ദാൻ സെൻട്രൽ ലൈൻ ഓഫ് പമ്പ്, അത് പോസിറ്റീവ് സെക്ഷൻ. വാട്ടർ ലെവൽ ലോവർ ദാൻ സെൻട്രൽ ലൈൻ ഓഫ് പമ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെക്ഷൻ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല, പറയുമെന്നറിയില്ല. ഓക്കെ, അങ്ങനെയുണ്ട്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്തൊരു കേസ്, നമ്മുടെ ആ ഒരു ഡിവിഷൻ വരുന്നത് ഇവിടെയാണ്. അതായത് ഇതില് നമുക്ക് എന്ത് ലെവൽ, ഇപ്പൊ എത്ര ഡീപ്പായിട്ടുള്ള, എത്ര താഴ്ചയിൽ നിന്ന് നമുക്ക് ഇതിനെ ലിഫ്റ്റ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് എത്ര താഴ്ചയിൽ നിന്നും ഇതിനെ വെള്ളത്തിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് ലെവൽ വരെയാണ് ഇതിനെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന്റെ ഓക്കെ, ഞാൻ സൈഡിലാക്കിയിട്ടില്ല, സോറി. അതായത് അതിനെ എങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നതെന്ന് ചോദിച്ചാൽ സ്ലൈഡിലായിട്ടില്ല. ഓക്കെ, അതായത്
ഇത് ബേസ് ചെയ്തിരിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബേസ് ചെയ്താണ് ഇത് കംപ്ലീറ്റ് ആയിട്ട്. ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, അതായത് സെൻട്രിഫ്യൂഗൽ പമ്പ് ഓർ വെർട്ടിക്കൽ ടർബൈൻ പമ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. അതായത് നിങ്ങൾ നമുക്ക് ഒരു ഇത് കണ്ട് നമ്മളൊരു സ്ട്രോ ഇട്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എന്താ ആക്ച്വലി ചെയ്യുന്നത്? അതായത് നമ്മൾ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു സ്ട്രോയിലൂടെ വലിക്കുമ്പോൾ അകത്തൊരു വാക്വം വരും. അത് പുറത്തൊരു എയറിന്റെ പ്രഷറുണ്ട്. ആ പ്രഷർ ഈ വാട്ടർ സർഫസിൽ ആക്ട് ചെയ്തിട്ട് ഇതിന്റെ സ്ട്രോയിലൂടെ വെള്ളം അകത്ത് കയറി വരും. സിറിഞ്ചിലും അത് തന്നെ സംഭവിക്കും. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, എയർ പ്രഷറിനെ ബേസ് ചെയ്താണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. എയർ പ്രഷറിനെ നമ്മൾ അകത്ത് വാക്വം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എയർ പ്രഷർ പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ വെളിയിൽ നിന്ന് വരുന്നു. ആ വെളിയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ഇത് മുകളിലേക്ക് കയറി വരുന്നത്. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്ന സാധനം ഒരു ഫിക്സഡ് സാധനമാണ്. അതിനെ നമുക്ക് കൂട്ടാൻ മാർഗമൊന്നുമില്ല. പക്ഷെ ഉയരങ്ങളിലേക്ക് പോകുന്നവരും കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പം അതിന് പറയുന്നത് പ്രഷർ ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ് സീ ലെവൽ എന്ന് പറയുന്നത് 1.033 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് 10.33 മീറ്റർ വാട്ടർ കോളത്തിന് ഇക്വലന്റ് ആണ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് കൺവേർഷൻ അറിയാലോ അല്ലെ? അത് അടുത്തൊരു കേസാണ്. നിങ്ങളിപ്പോ ഈ പൈപ്പൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേന് നമുക്ക് ഈ കൺവേർട്ട് ചെയ്ത് പറയും 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ പ്രഷർ ആണെങ്കിൽ എത്രയാ 10 മീറ്റർ വാട്ടർ കോള എന്ന് പറയും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അതിന്റെ കാൽക്കുലേഷൻ. അതായത് നമുക്ക് ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ ഒരു വെള്ളം നിർത്തി കഴിഞ്ഞാൽ 10 മീറ്റർ പൊക്കത്തിൽ നിർത്തുമ്പോഴേ ഉള്ളൂ 1 കിലോ വെയിറ്റ് ആകത്തുള്ളൂ. എന്തുകൊണ്ടാ? 1 കിലോ വെള്ളം എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് 1 കിലോയാണ്. 1 ലിറ്റർ വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ. 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് 1 ലിറ്റർ വെള്ളം. ഓക്കെ, 1 ലിറ്റർ വെള്ളം 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 കിലോയാണ്. ഓക്കെ, അപ്പം അത് 1 സെന്റിമീറ്റർ സ്ക്വയർ താഴെയാണെങ്കിൽ 1000 സെന്റിമീറ്റർ മേളിലേക്ക് പൊങ്ങി നിൽക്കേണ്ട വെള്ളം, എന്നാലേ ഉള്ളൂ 1 കിലോ വെള്ളം ആകത്തുള്ളൂ. അതായത് 1000 സെന്റിമീറ്റർ സ്ക്വയർ ആണ് 1 ലിറ്റർ വെള്ളം, അതിന്റെ വെയിറ്റ് ആണ് 1 കിലോ. അപ്പം 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ 1000 സെന്റിമീറ്റർ പൊങ്ങി നിന്നാലേ നമുക്ക് 1 കിലോ വെയിറ്റ് അവിടെ വരത്തുള്ളൂ. 1000 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. അപ്പൊ 10.33 ആണ് നമ്മൾ 10 എന്ന് പറയും. അപ്പൊ 10 മീറ്റർ ആണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ. പക്ഷേ 10 മീറ്റർ നമുക്ക് കിട്ടുമോ? അല്ലെങ്കിൽ 10 മീറ്റർ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? പറ്റും. വളരെ തിയറിറ്റിക്കൽ സിറ്റുവേഷനിൽ വേണമെങ്കിൽ പറ്റും. അതായത് പെർഫെക്റ്റ് വാക്വം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ നമുക്കൊരു പമ്പിന്റെ കേസിൽ ഒരിക്കലും പെർഫെക്റ്റ് വാക്വം എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം നമുക്കൊരു വെള്ളം ഈ വലിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു വെലോസിറ്റി ഹെഡ് കൊണ്ടുണ്ടാകുന്ന ഒരു ലോസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ എന്തായാലും ചെറിയ എയർ ടൈറ്റിന് അത്ര എയർ ടൈറ്റ് ആക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ടുള്ള ഇഷ്യൂസ് വരും. അപ്പൊ പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 7 മീറ്റർ, 6.5 മീറ്റർ, ഈവൻ നമുക്ക് പറയാം ഒരു 6 മീറ്റർ ഒക്കെ കൺസിഡർ ചെയ്താൽ മതി. അതായത് സക്ഷൻ സൈഡിൽ ഒരു 6 മീറ്ററിൽ കൂടുതൽ താഴെ വെള്ളം എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഡ്രോബാക്ക് ആണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് ഇതെന്ന് പറയുന്ന ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ്. ആ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഒരു ഡ്രോബാക്ക് ആണ് നമുക്കൊരു 6 മീറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാതെ നമുക്ക് ബെൻഡും ഒക്കെ വരും. നമ്മൾ നേരെ താഴേക്കല്ലല്ലോ വിടുക. അപ്പൊ ബെൻഡും ഒക്കെ വരും. ആ ബെൻഡിലൊക്കെ ലോസ് വരും. അപ്പം നമുക്കൊരു 7 മീറ്ററിൽ കൂടുതൽ നമുക്ക് 6 മീറ്റർ അല്ലെങ്കിൽ 6.5 മീറ്റർ വരെ മാക്സിമം നമുക്ക് സക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം സക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആയി. ഈ 6 മീറ്ററിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഉപയോഗിക്കാൻ പറ്റൂ. ഇനി അത് 6 മീറ്ററിൽ കൂടുതൽ വരുന്ന കേസസ് എവിടെയാണ് നമുക്ക് വരുന്നത്? മെയിൻലി റോ വാട്ടർ പമ്പോസിലാണ് മെയിൻലി വരിക. ബാക്കി ഒന്നിലും അങ്ങനെ വരാറില്ല. അപ്പം റോ വാട്ടർ പമ്പോസിൽ 10ഉം 12ഉം മീറ്റർ ആണ്. അവിടെയാണ് നമുക്ക് അപ്പൊ അത് പോസിബിൾ അല്ലാതെ വരുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ ടർബൈൻ പമ്പ് ഉപയോഗിക്കും. വെർട്ടിക്കൽ ടർബൈൻ പമ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് തന്നെയാണ്. പമ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു സെൻട്രിഫ്യൂഗൽ പമ്പാണ്. എന്താ താഴെ കുറെ ഇമ്പലേഴ്സ് ഇരിക്കുന്നു, അതൊരു സെൻട്രിഫ്യൂഗൽ ആക്ഷൻ വഴി തന്നെയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഡ്രൈവ് ചെയ്യുന്ന ആ ഷാഫ്റ്റ് മോട്ടറിൽ നിന്ന് താഴെ വെള്ളത്തിനകത്ത് വന്ന് അതിന്റെ എൻഡിലാണ് നമ്മുടെ പമ്പ് ഇരിക്കുന്നത്. ഇത് മാത്രമേ അത് തമ്മിൽ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ. പിന്നെ അതിന് കുറെ വെർട്ടിക്കൽ ടർബൈൻസ് തന്നെ പല കുറേയൊക്കെ കാര്യങ്ങളും എക്സ്ട്രാ ഉണ്ട്. അതിപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം സോളിഡ് ഷാഫ്റ്റ്, ഹോളോ ഷാഫ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിന് ബെയറിംഗ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതുണ്ട്. അപ്പം അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം നമുക്കൊരു 6 മീറ്റർ വരെയാണെങ്കിൽ മാത്രമേ നമുക്ക് സെൻട്രിഫ്യൂഗൽ പമ്പ് നമുക്ക് ചെയ്യാൻ പറ്റൂ. നമുക്ക് വെർട്ടിക്കൽ ടർബൈൻ പമ്പ് ആണെങ്കിൽ കുറേ കൂടെ താഴേക്ക് നമുക്ക് പോസിബിൾ ആണ്.
പിന്നെ നമ്മൾ സബ്മേഴ്സിബിൾ ഉപയോഗിക്കും. കാരണം സബ്മേഴ്സിബിൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് സബ്മേഴ്സിബിൾ ഉപയോഗിക്കുന്നത് വാട്ടർ പമ്പ് സെറ്റ് പമ്പുകളിലൊന്നും നമ്മളൊന്നും സബ്മേഴ്സിബിൾ അങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ ഇവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല. മെയിൻലി അതിനൊരു ഇഷ്യൂ കൂടെ ഉണ്ട്. അത് ചെറിയ കരടോ ഇതൊക്കെ മണൽ തരിയൊക്കെ കയറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡാമേജും ആകും. നമുക്ക് ക്ലിയർ വാട്ടറിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. സമ്പില് ഹൈ ഡിസ്ചാർജിങ് കിട്ടും, അതുകൊണ്ട് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ബോർവെല്ലുകളിൽ നമുക്ക് ഓഫ്കോഴ്സ് വേറെ മാർഗ്ഗമൊന്നുമില്ല, അത് തന്നെ ഉപയോഗിക്കാൻ മാർഗ്ഗമുള്ളൂ. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കും. ഇനി അപ്പം ഹെഡിന്റെ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഹെഡിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ പിന്നെ അടുത്തുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞതില് ഇവിടെ നമ്മൾ പറഞ്ഞു സക്ഷൻ ഹെഡും പറഞ്ഞു, ഡെലിവറി ഹെഡ് സാർ. ഇനി അടുത്തത് ലോസസ് ആണ്. ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് ഈ സക്ഷൻ എത്രമാത്രം പോക്കണം, ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത് എത്ര ഹൈറ്റിലേക്ക് പോകണം, പ്ലസ് ലോസസ്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ലോസിനെ പറ്റി പറയുമ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇവർ ഈ ഡ്രോയിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ലോസസ് ഇങ്ങനെ പറയാം. സക്ഷൻ സൈഡിൽ ഇങ്ങനെ ഇത് പറയാം നമുക്ക്. അതായത് സക്ഷൻ സൈഡിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബെൽമൗത്ത് എന്ന് പറഞ്ഞാൽ അടിയിൽ വെള്ളം കയറുന്നിടത്ത് ഉണ്ടാകുന്ന ഒരു സ്ലൈഡ് ചെയ്താണല്ലോ അകത്തേക്ക് കയറുന്നത്, അവിടെ ഒരു ചെറിയ ലോസ് വരും. ഫുട്ബോൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ലോസ് വരും. പിന്നെ ഫുട്ബോൾ ഇല്ലാത്തതിന് വാക്വം പമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, വാക്വം പമ്പ് ഉപയോഗിക്കുമ്പോൾ ഏതാ പ്രൈമിങ്ങിന് വേണ്ടി. ഓക്കെ, പിന്നെ പൈപ്പിന്റെ സ്പെഷ്യൽസ്, ബെൻഡുകൾ, കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം. പിന്നെ സക്ഷൻ പൈപ്പിൽ വരുന്ന ഫ്രിക്ഷൻ, ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പമ്പിലേക്ക് കയറുന്ന എൻട്രി പോയിന്റിൽ ഉണ്ടാകുന്ന ലോസസ്, ഇങ്ങനെയുള്ളതെല്ലാം കൊണ്ട് സക്ഷൻ ലോസസ് വരും. ഓക്കെ, ഡെലിവറി സൈഡിലെ ലോസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രിക്ഷൻ, നോൺ റിട്ടേൺ വാല്യൂവിൽ ഒരു ലോസ് വരും. പിന്നെ നമ്മുടെ പമ്പിന്റെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 150 mm ഔട്ട്ലെറ്റ് ഉള്ള ഒരു പമ്പിന് ചിലപ്പോൾ നമ്മൾ പുറത്തിട്ടിരിക്കുന്ന പൈപ്പ് എന്ന് പറയുന്നത് 500 ആയിരിക്കാം. അങ്ങനെ ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വരുന്നിടത്ത് ലോസസ് വരും. സ്ലൂയിസ് വാൽവുകൾ ഉണ്ടെങ്കിൽ ലോസസ് വരും. പൈപ്പ് സ്പെഷ്യൽസ്, ഡെലിവറി പൈപ്പ്, നമ്മുടെ എന്താ പറയുക, ഡെലിവറി പൈപ്പിലെ ഫ്രിക്ഷന്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നമുക്ക് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ സൈസ് വെച്ച ശേഷം നമ്മൾ വാട്ടർ മീറ്റർ വെക്കും. അപ്പൊ വാട്ടർ മീറ്റർ അതിൻ്റെ അകത്ത് ലോസസ് വരാം. ഇങ്ങനെയുള്ളതെല്ലാം കൂടെ വരും. അതെല്ലാം കൂടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് സ്റ്റാറ്റിക് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റിന് ഇവിടെ വരെ ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞത് തന്നെ ടോട്ടൽ ഹെഡ് തന്നെ, സക്ഷൻ ഹെഡ്, ഡെലിവറി ഹെഡ് പ്ലസ് സക്ഷൻ സൈഡിലുള്ള ഫ്രിക്ഷൻ ലോസസ്, വെലോസിറ്റി ഗ്രേഡിയന്റ് വെച്ചിട്ടുള്ള ലോസ്. ഓക്കെ, അതും ഇവിടെ വരും. ഓക്കെ, അതാണ്. അപ്പം ഇത് മൂന്നൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് മുതൽ ആക്ച്വലി വെള്ളം ഇവിടം തൊട്ട് ഇവിടം വരെ മതിയെങ്കിലും നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട ഹെഡ് എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ്. അതാണ് അതിൻ്റെ കാര്യം. ഇവിടുത്തെ പോസിറ്റീവ് സെക്ഷനിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഏതാ, ഈ വാട്ടർ ലെവലിൽ നിന്ന് ഇവിടെ എത്തിച്ചാൽ മതി. അപ്പം ഈ വാട്ടർ ലെവലിൽ നിന്ന് ഇവിടെ എത്തിക്കാനായിട്ട് അതിന്റെ കൂടെ തന്നെ പക്ഷെ ലോസസ് എല്ലാം സെയിം ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ലോസ് ഉണ്ടായി, ഇവിടെ ഒരു ലോസ് ഉണ്ടായി, ഈ രണ്ട് ലോസും അതിൻ്റെ കൂടെ ആഡ് ആയി വരും. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകും. ഓക്കെ, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതൊരു ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു പഴയ ഒരു പടമാണ്. അതായത് നമ്മളൊരു റിസർവോയറിൽ ഒരു സാധനം നിർത്തി 2 ട്യൂബ് ഉണ്ടെങ്കിൽ ഇവിടെ ഇത് നോ ഫ്ലോ കണ്ടീഷൻ, അതായത് നമ്മുടെ ടാപ്പ് നമ്മൾ വാൽവ് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ സെയിം ലെവൽ നമുക്ക് കാണിക്കും. പക്ഷെ വൺസ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇത് സെയിം ലെവൽ കാണിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് ഓരോന്നിലും കുറച്ച് കുറവേ കാണിക്കത്തുള്ളൂ. കാരണം എന്താണ്, ഈ ഫ്ലോയിൽ ഉണ്ടാകുന്ന ആ ലോസ് കൊണ്ട് അത് താന്നു നിൽക്കും. അത് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ ലോസിന്റെ ഇക്വേഷൻ ആണ് ഇത്, 4FLV²/2 നമ്മൾ പഠിച്ചിട്ടുള്ള ഇതിന്റെ ഇക്വേഷൻ ആണ് ഇതിന്. ഇനി അടുത്ത കേസ്, ഇനിയിപ്പോ ഇക്വേഷൻ, ഈ ലോസിന്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് സക്ഷൻ ഹെഡ് നമുക്ക് കിട്ടി, നമുക്ക് എന്താ പറയാ ഡിസ്ചാർജ് കിട്ടി, ഹെഡ് കിട്ടി, സക്ഷൻ ഹെഡ് കിട്ടി, ഡെലിവറി ഹെഡ് കിട്ടി, ലോസ് ആണ് ഇനി അടുത്ത് കണ്ടുപിടിക്കുന്നത്. ഈ ലോസസ് കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടെങ്കിലും ഈ ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കിയിരുന്ന ഇതിന്റെ എല്ലാ വേരിയബിൾസ് കിട്ടി അതിനനുസരിച്ചൊക്കെ ചെയ്യണമെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ കോമൺലി എടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഹെയ്സൻ വില്യംസ് നോമോഗ്രാഫ് ഉണ്ട്. അതായത് ഹെയ്സൻ വില്യം ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു നോമോഗ്രാഫ് ഉണ്ട്. ഇതാണ് ഹെയ്സൻ വില്യം നോമോഗ്രാഫ്. ഇതെന്ന് പറയുന്നത് അത്ര ആക്യുറേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആക്യുറസി ഒന്നുമില്ല. ഇതല്ലാതെ വേറെയും മെത്തേഡുകളുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു ഉപയോഗത്തിന് ഇതൊക്കെ തന്നെ മതിയാവും. പിന്നെ വലിയ ഹൈ സൈസ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1200 mm ഉള്ള പൈപ്പ്, ഹെവി ഡിസ്ചാർജ്, ഹൈ ഡിസ്ചാർജ് ഒക്കെ ഉള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ
ഇതിലെ ലോസിലേക്കൊന്നും നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഈ പറയുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യാനുള്ളതാണ്. ഇതിന്റെ ഡിസൈൻ എൻറ്റയർലി ഇപ്പാനിറ്റ് അറിയാവുന്നവർക്ക് സിമ്പിൾ ആയിട്ടുള്ള അതിൻ്റെ അകത്തുണ്ട് ഡിസൈൻ ഉണ്ട്. അത് എന്താ പറയാ, നമുക്ക് ഇപ്പാനിറ്റിന്റെ നല്ലതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് സ്ഥിരം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് ഞാൻ പറയാൻ കാര്യം. ക്ലാസ്സിൽ അങ്ങനെ പറയുന്നതിന് കാരണം. ഓക്കെ, അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമുക്ക് ഹെഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഗ്രാഫാണ്. അതായത് ഇത് നമുക്ക് ഈ ഗ്രാഫ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഇതുണ്ട്, എന്താ പറയാ, ഡിസ്ചാർജ് ഇൻ കിലോ ലിറ്റേഴ്സ് പെർ ഡേ ആണ് നമുക്ക് ഈ ആക്സിസിൽ നമ്മൾ മാച്ച് ഇത് ചെയ്തിരിക്കുന്നത്, എന്താ പറയാ കാണിച്ചിരിക്കുന്നത്. MLD-യിലും കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ നോർമൽ ഗ്രാഫ് അല്ല, ഒരു ലോഗരിതമിക് ഗ്രാഫ് പോലെയാണ്. അതായത് ഇതെന്ന് പറയുന്നത് 0.01 MLD ആണ്. ഇവിടെ ഈ 2 എന്ന് കാണിച്ചിരിക്കുന്ന 0.02 MLD ആണ്. ഇത് 0.1 MLD ആണ്. ഇവിടെ എത്തുമ്പോൾ 0.1 MLD ആകുന്നുള്ളൂ. അപ്പൊ ഈ 9 എന്ന് പറയുന്നത് 0.9 MLD ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ വരുമ്പോൾ ഇത് 2 MLD ആണ്, 3 MLD ആണ്. ഇത് 2 MLD അല്ല, ഇത് 0.2 MLD ആണ്. ഇത് 0.02 ആണ്, ഇത് 0.09 ആണ്, ഇത് 0.1 ആണ്, ഇത് 0.02 ആണ്. ഇങ്ങനെ വന്നിട്ട് 0.9 വന്ന ശേഷം 1 MLD ഇവിടെ. അതുപോലെ ഇങ്ങനെ പോകും. ഇത് 10 MLD-ക്ക് കറസ്പോണ്ടിങ്, ഇത് 100 MLD-ക്ക് കറസ്പോണ്ടിങ്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത്, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഹെഡ് ലോസ് ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഹെഡ് ലോസ് ആണ്. അപ്പം ഹെഡ് ലോസും അങ്ങനെ തന്നെയാണ്. ഇത് 0.1 മീറ്റർ ആണ്, ഇത് 0.2 മീറ്റർ. ഇവിടെ വരുമ്പോഴേ 1 മീറ്റർ ആവുന്നുള്ളൂ. അതുപോലെ 2 മീറ്റർ, 3 മീറ്റർ, ഇവിടെ 10 മീറ്റർ ആവും, ഇത് 100 മീറ്റർ ആവും. ഓക്കെ, അപ്പം ഈ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്. ഹെഡ് ലോസ് പെർ 1000 മീറ്റർ ആണ്. ഓക്കെ, ഹെഡ് ലോസ് പെർ 1000 മീറ്റർ ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഹെഡ് ലോസ് പെർ 1000 മീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഒരു സെക്കൻഡ്, ഹെഡ് ലോസ് പെർ 1000 മീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇപ്പൊ ഇതിനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഒരു ഹെഡ് ലോസിന്റെ ഒരു കാൽക്കുലേഷൻ എടുക്കണം. അതിനുവേണ്ടി നമ്മളുടെ നമുക്കിപ്പോൾ ഒരു 2 MLD വെള്ളമാണ് നമുക്ക് ഡിസ്ചാർജ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് അല്ല, 2 MLD വെള്ളമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഒരു പൈപ്പ് ഡിസൈൻ ചെയ്യുന്നത് ഒരു ഡിസ്ചാർജ്, പർട്ടിക്കുലർ ഡിസ്ചാർജ് ഇപ്പൊ 1 ലിറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാണെങ്കിൽ, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 1 ലിറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഒരു ഡിസ്ചാർജ് കിട്ടി. ആ ഡിസ്ചാർജ് നമ്മൾ 8 hours പമ്പ് ചെയ്യാനുള്ള രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ അതിനെ 24 hourലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ഇത് MLD-നാണ്. നമുക്ക് പൈപ്പ് ഒരു ദിവസം 24 hours വർക്ക് ചെയ്താൽ ടോട്ടൽ എത്ര വെള്ളം വരും എന്നുള്ളതാണ് ഇത് നമ്മൾ നോക്കുക. 24 hours വർക്ക് ചെയ്യുമ്പോൾ എത്ര വെള്ളം ആ പൈപ്പിൽ കൂടെ പോകണം അത് നോക്കിയ ശേഷം അതിന് കറസ്പോണ്ടിംഗ്ലി ഉള്ള എത്ര MLD ആണെന്നുള്ളത് എടുത്ത ശേഷം 5 MLD ആണെങ്കിൽ 5 MLD എടുത്ത ശേഷം നമ്മൾ നോക്കേണ്ടത് നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാ നമ്മളുടെ നമുക്ക് വേണ്ട പൈപ്പിന്റെ സൈസ് നമ്മൾ 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഇട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പ്രൊജക്ട് ചെയ്യുക. അതായത് നമുക്ക് വേണ്ടത് 5 MLD അല്ലെങ്കിൽ പോട്ടെ, ഇതിൽ നിന്ന് എളുപ്പത്തിൽ കാണാൻ പറ്റുന്നത്, എല്ലാവർക്കും കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളത് PPT ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പിടികിട്ടും, മനസ്സിലാക്കിക്കോളും. ഇത് 1 MLD ആണെങ്കിൽ ഈ 1 MLD എന്ന് പോകുമ്പോൾ നമ്മളുടെ 200-ന്റെ പൈപ്പുമാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ 200-ന്റെ പൈപ്പ് ഇവിടെ നമ്മൾ കണ്ടു. ഓക്കെ, 200-ന്റെ പൈപ്പുമായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റി ചെയ്തപ്പോൾ കണ്ടോ 1.2 സംതിങ് മീറ്റർ, 1.2 മീറ്റർ ആണ് ഹെഡ് ലോസ്. ഏതാ 1000 മീറ്റർ പൈപ്പ് ഇവിടെ വെള്ളം പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹെഡ് ലോസ് 1.2 മീറ്റർ ഹെഡ് ലോസ് ആവും. ഇതാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം 1.2 മീറ്റർ ആണെങ്കിൽ 1.2 മീറ്റർ ആണെന്ന് കൂട്ടിക്കുക. അപ്പൊ നമുക്കൊരു 1.2 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, ഇനി അതിനെ എന്താ വേണ്ടത്? നമുക്ക് 5 കിലോമീറ്റർ പൈപ്പ് ഉണ്ടെന്ന് കൂട്ടിക്കുക. അപ്പൊ എന്ത് പറ്റും? നമ്മൾ ആ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കിലോമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 1.2 × 5, അപ്പൊ 6 മീറ്റർ ടോട്ടൽ ഹെഡ് ലോസ് വരും എന്നുള്ളത് നമുക്ക് കിട്ടി. 6 മീറ്റർ ഹെഡ് ലോസ് വരും എന്നുള്ളത് കിട്ടി. ഇനിയാണ് ആ കൊറിക്കകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്താ പറയാ, ഈ പൈപ്പിന്റെ മറന്നുപോയി, അത് സി വാല്യൂ ആണോ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സി വാല്യൂവിന് എന്താ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം
അതില് സി വാല്യൂ എന്ന് പറയുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ സി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു പൈപ്പിന്റെ ഒരു സർഫസിന്റെ ഒരു സ്മൂത്ത്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് സി. ഹെയ്സ് ആൻഡ് വില്യംസ് സി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഡ്രോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ് വാല്യൂ ഓഫ് സി, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ഒരു K1 എന്ന് പറഞ്ഞ വെലോസിറ്റി കോഎഫിഷ്യന്റിന്റെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലോസ് K2, ഹെഡ് ലോസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. സി വാല്യൂ 100 ആയിരിക്കുമ്പോൾ വെലോസിറ്റി 0.1 ഹെഡ് ലോസ് 1 ആണ്. അതായത് 100 സി വാല്യൂ ഉള്ള ഒരു പൈപ്പിന് നമ്മളിപ്പോ നേരത്തെ കണ്ടുപിടിച്ചു 1 mld ഓൾമോസ്റ്റ് 250ന്റെ പൈപ്പ് ആണെങ്കിൽ 1.2 എന്നുള്ള രീതിയിൽ, 200ന്റെ പൈപ്പ് ആണെങ്കിൽ ഒരു 1.2 സംതിങ് വരും. അപ്പൊ അല്ലെങ്കിൽ 1.2 1.3 വരും. 5 മീറ്റർ ആണ്. അപ്പൊ 6 മീറ്റർ ഹെഡ് ലോസ് നമുക്ക് കിട്ടി. ആ 6 മീറ്റർ ഹെഡ് ലോസിനെ ഈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഏതാ 100 സി വാല്യൂ ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട 6 മീറ്റർ തന്നെയായിരിക്കും. നേരെ മറിച്ച് 140 ആണ് സി വാല്യൂ എന്ന് കൂട്ടിക്കുക. നമ്മുടെ പൈപ്പ് മെറ്റീരിയലോ പൈപ്പിന്റെ അകം വളരെ സ്മൂത്ത് ആണ്, ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് 140 എടുക്കാം. അത് എത്രയാന്നുള്ളത് ഞാനിപ്പോ പറയാം, അടുത്തതിൽ പറയാം. അപ്പൊ നമുക്ക് 0.54 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഏതാ ഹെഡ് ലോസ് കുറയും. കാരണം സ്മൂത്ത്നെസ് അനുസരിച്ച് ആ വാല്യൂ സിയുടെ അനുസരിച്ച്, സ്മൂത്ത്നെസ് അനുസരിച്ച് സിയുടെ വാല്യൂ ഇങ്ങനെ കൂടുതൽ നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് ഹെഡ് ലോസ് നമ്മുടെ കുറഞ്ഞുകൊണ്ടിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അത് ഇവിടെ അവൈലബിൾ ആണ്. നേരെ മറിച്ച് വെലോസിറ്റി ആകുമ്പോൾ കൂടുകയാണ്. അതിനെപ്പറ്റി നിങ്ങൾ നോക്കണം. നമ്മുടെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് വെലോസിറ്റി വരുന്നില്ല, ആ കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ K2 എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റ് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സി വാല്യൂ അനുസരിച്ച് ആ വ്യത്യാസം വരും. ഇനി സി വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ CPHO മാനുവലിലുള്ളതാണ് സി വാല്യൂ എടുക്കുന്നത്. അതായത് നമ്മൾ ഓരോന്നിനും ഏതൊക്കെ സി വാല്യൂ എടുക്കണമെന്നൊക്കെ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അൺലൈൻഡ് മെറ്റാലിക് പൈപ്സ്, സെൻട്രിഫ്യൂഗലി ലൈൻഡ് മെറ്റാലിക് പൈപ്സ്. ഇപ്പൊ നമ്മുടെ DI പൈപ്പുകൾ എന്നൊക്കെ പറയുന്നത് സെൻട്രിഫ്യൂഗലി ലൈൻഡ് മെറ്റാലിക് പൈപ്സ് ആണ്. അവർ പറയുന്നത് നമുക്ക് 1200 mm വരെ നമുക്ക് ഡിസൈൻ പർപ്പസിന് വേണ്ടി നമുക്ക് 140 തന്നെ എടുക്കാന്നുള്ള. അപ്പൊ നമ്മുടെ ഹെഡ് കുറയും, കുറച്ചുകൂടെ സ്മൂത്ത് ആണ്. അതിന്റെ അകത്ത് സെൻട്രിഫ്യൂഗലി ലൈൻഡ് ആയിട്ടുള്ള DI പൈപ്പ് എന്നാണ് പറയുന്നത്. കാസ്റ്റേണും അതുപോലെ തന്നെ. പിന്നെ നോൺ മെറ്റാലിക് പൈപ്സ് ഉണ്ട്, അല്ലാത്ത പിന്നെ വേറെ മെത്തേഡ്. ഇത് പ്രൊജക്ഷൻ മെത്തേഡിലുള്ള ഇപ്പൊ പൈപ്പുകളെല്ലാം പ്രൊജക്ഷൻ മെത്തേഡിലൊന്നുമില്ല, ഈ സെൻട്രിഫ്യൂഗലി കാസ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെയുള്ളത് GI പൈപ്പുകൾ, അൺലൈൻഡ് മെറ്റാലിക്കൽ പൈപ്സിന് എത്രയുണ്ട്? GI പൈപ്പുകളാകുമ്പോൾ കണ്ടോ, ഇപ്പൊ ഡിസൈൻ പർപ്പസിന് ന്യൂ പൈപ്സിന് ഈ 120 എടുത്തു, ഡിസൈൻ പർപ്പസിന് 100 ആണ് വരുന്നത് GI പൈപ്പിന്. പക്ഷെ GI പൈപ്പ് എന്താ പറയാ കുറച്ചുകൂടെ ബിലോ ആകുമ്പോഴത്തേനും 55ലേക്ക് വരും. കാരണം അപ്പം ഹെഡ് ഭയങ്കരമായിട്ട് കൂടും. 55 ഇത് തന്നിട്ടില്ല, പക്ഷെ ഹെഡ് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, ഹെഡ് ലോസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പം പക്ഷെ നേരെ മറിച്ച് ഇതിനകത്ത് ഇനി അടുത്തൊരു കേസ് കൂടിയുണ്ട്. ഇതെല്ലാം ഈ പുതിയ പൈപ്പിന്റെ കാര്യത്തിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിന് നമ്മുടെ ഏജിങ് വരുമ്പോൾ ഇതിന് റഫാവും. നമ്മുടെ DI പൈപ്പുകളിൽ അത്ര വലിയ ഇഷ്യൂ വരത്തില്ല. DI പൈപ്പിന് നിങ്ങൾക്ക് 130 ഒക്കെ 120 ഒക്കെ എടുക്കണമെന്ന് പോലില്ല. 130 120 എടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 140 എടുക്കാം. പക്ഷെ കാസ്റ്റേൺ പൈപ്പിന് നല്ലപോലെ വ്യത്യാസം വരും. കാസ്റ്റേൺ പൈപ്പുകൾ എവിടെയെങ്കിലും നിങ്ങളുടെ സെക്ഷനിലുണ്ട്, കട്ട്പൊട്ട് വല്ലതും ചെയ്യണം, അതിന്റെ അകത്ത് ശ്രദ്ധിച്ചാൽ മതി. അതിന്റെ അകം എന്താ പറയാ നമ്മുടെ തേനീച്ചക്കൂട് ഉണ്ടായിരിക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങി വന്നിരുന്നിട്ട് ശരിക്കും ഒരു 200 ഉള്ള പൈപ്പ്, 200 amount ആയുള്ള പൈപ്പ് ഒരു 10-30 വർഷം കഴിയുമ്പോഴത്തേന് അതിന്റെ അകത്തൊരു 100 അത്രയും വളരെ ചെറിയ ഡയ ആയിട്ട് ചുരുങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഇൻക്രസ്റ്റേഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അതിന് നമുക്ക് വാല്യൂ ഓഫ് സി കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുത്തിട്ട് ആ ഒരു 70 80 ആ റേഞ്ചിൽ എടുത്ത ശേഷം അതിന് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഹെഡ് ലോസ് കിട്ടും. അതായത് ഹെഡ് ലോസ് എന്ന് പറയുന്നത് K2 എന്ന് പറയുന്നത് നമ്മുടെ ആ സി വാല്യൂ അനുസരിച്ചുള്ള K2. അതിന് ഇത് സി വാല്യൂവിന്റെ റെഫറൻസ് നമുക്ക് മറ്റേ എന്താ പറയുക CPHO മാനുവലിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രൊപ്പോസൽസ് കിട്ടും. നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും എന്ത് കൊടുക്കണം എന്നുള്ള ഏജിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഹെഡ് ലോസ് K2 ഇത് കിട്ടും. K2 ഇൻറ്റു ലോസ് ഓഫ് ഹെഡ് പെർ 1000 meters ഇൻറ്റു ലെങ്ത് ഓഫ് പമ്പിങ്. അതായത് നമുക്ക് അവിടെ കിട്ടുന്നത്, ഇതിൽ നിന്ന് കിട്ടുന്നത് ലോസ് ഓഫ് ഹെഡ് പെർ 1000 meters ആണ് കിട്ടുന്നത്. അത് നമ്മളുടെ നമുക്ക് വേണ്ട ഡിസ്ചാർജിന്, പർട്ടിക്കുലർ ഡിസ്ചാർജിന് നമുക്ക് വേണ്ട ഡയ പൈപ്പ് എടുക്കുമ്പോൾ. ഇപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ 1 mld നമ്മൾ ഒരു 1 meter/s എന്നുള്ള രീതിയിൽ എടുക്കുന്നെങ്കിൽ മൊബൈൽ ഓഫ് ആയി അല്ലെങ്കിൽ ഓക്കെ, നമുക്കത് വേണമെങ്കിൽ അവസാനത്തിന് ചെയ്ത് നോക്കാം, കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾ ചെയ്ത് നോക്കിയാലും മതി. അതായത് 1 mld വെള്ളം 1 meter/s ഇത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ കിട്ടുന്നത് എത്രയാണെന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ ഒരു 2 meter ഇട്ട് എടുക്കുക. അപ്പൊ 2 meter ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഡയമീറ്റർ ഏതാണെന്ന് നോക്കുക. ആ ഡയമീറ്റർ എപ്പോഴും ചെറുതായിരിക്കും.
അപ്പൊ ഇപ്പോൾ ഇവിടെ തന്നെ എടുത്താൽ നിങ്ങൾക്ക് അറിയാം, ആ ഡയമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ കണ്ടോ, നിങ്ങൾ ഒരു 100ലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ടോ 20 മീറ്റർ ആയി നിങ്ങളുടെ ഹെഡ് ലോസ്. അതാണ് നമ്മളുടെ ഞാൻ പറഞ്ഞ അത്രയും കൂടെ ഉയരത്തിലേക്ക് നമുക്ക് പമ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പവറിന്റെ ഇഷ്യൂ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അപ്പൊ ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഹെഡിന്റെ കേസിൽ, അടുത്തൊരു കേസിൽ, നമ്മുടെ പ്രാക്ടിക്കൽ നമ്മുടെ മെയിൻ്റനൻസിന്റെ കേസിൽ നമുക്ക് ഹെഡ് ഒരു വലിയ ഇഷ്യൂ ആണ്. എന്നാ ഹെഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പുതിയ പ്രോജക്റ്റ് ആണെങ്കിലാണ് ഇതെല്ലാം എളുപ്പം. ഞാൻ നേരത്തെ ഡിസ്ചാർജ് പറഞ്ഞ പോലെ തന്നെ പുതിയതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞു, നമ്മുടെ മെയിൻ്റനൻസിന്റെ കേസിലും പറഞ്ഞു. ഇനി നമ്മുടെ സെക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹെഡ് കണ്ടുപിടിക്കുക? നമ്മളുടെ ഇതിന്റെ ഒരു എന്താ പറയുക, ഡിസൈനോ ഡ്രോയിങ്ങോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മുടെ ആരുടെയിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നോർമലി 99% കാണില്ല. ഒരുപാട് പഴയ സ്കീമുകളൊക്കെ ആണെങ്കിൽ ഒന്നും കാണത്തില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഹെഡ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കേസുണ്ട്. അതിന് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു പ്രഷർ ഗേജ് എന്തായാലും കാണും, ഇല്ലെങ്കിൽ ഒരെണ്ണം പിടിപ്പിക്കുക. പ്രഷർ ഗേജ് വെച്ച് നമുക്കൊരു ഹെഡ് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡെലിവറി ഹെഡ് ആയിരിക്കും കിട്ടുക. ഡെലിവറി സൈഡിലെ ഹെഡ് കിട്ടും. പ്ലസ് നമുക്ക് മറ്റേ എന്താ പറയാ, താഴെ സെക്ഷനൂടെ ആഡ് ചെയ്ത ശേഷം അതിന്റെ കൂടെ നമുക്ക് അതിന്റെ എന്താ പറയാ, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ അതിനെ പറ്റി കിട്ടും. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഗൂഗിൾ എർത്തിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണല്ലോ. നമുക്ക് ലെവൽ ഡിഫറൻസ് സോഫ്റ്റ്വെയർസിൽ നിന്ന് കിട്ടുന്ന, നമ്മുടെ ആൻഡ്രോയിഡിൽ ഫോണിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ലെവൽ ഡിഫറൻസ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെവൽ ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോഴും ലെവൽ ഡിഫറൻസ് വലിയ എറർ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ ആ ലെവൽ ഡിഫറൻസ് കിട്ടിയ ശേഷം അതിന്റെ കൂടെ നമ്മൾ ഈ ഫ്രിക്ഷൻ ലോസ് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മുടെ എക്സിസ്റ്റിംഗ് പൈപ്പിന്റെ ഡയമീറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസ്ചാർജ് വെച്ചിട്ട് ഇതിന്റെ അകത്ത് ഫ്രിക്ഷൻ ലോസ് കൂടെ നമ്മൾ അതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഫ്രിക്ഷൻ ലോസ് കൂടെ ആഡ് ചെയ്ത് സെക്ഷനോട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹെഡ് നോക്കുക. അതും നമ്മുടെ പ്രഷർ ഗേജിൽ നിന്ന് കിട്ടുന്നതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തോടെ നോക്കണം. കാരണം പ്രഷർ ഗേജ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിനകത്ത് എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വേരിയേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഹെഡ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് അതിലുള്ള ഒരു മാർഗം. പിന്നെ വേറെ മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുള്ള മാർഗം പിന്നെ അല്ലെങ്കിൽ പിന്നെ സർവേ ചെയ്ത് നോക്കണം. പ്രോപ്പർ ആയിട്ടുള്ള സർവേ ചെയ്ത് നോക്കണം. നമുക്ക് അതിനൊന്നുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിയുന്നതോടുകൂടി നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഡിസ്ചാർജ് കിട്ടി, ക്യൂ കിട്ടി, എച്ച് കിട്ടി. എച്ചും ക്യൂ എച്ചും കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പവർ, നമ്മൾ പമ്പിന്റെ ഡിസൈൻ കഴിഞ്ഞു. ഇത്രയുള്ള കാര്യം. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ അല്ലേ നിഖിലെ? ഓക്കെ ആണ് സാർ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇതിനകത്തുള്ള അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഞ്ച് പമ്പിംഗ് മെയിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ പലപ്പോഴും പമ്പിംഗ് ലൈനുകൾ ബ്രാഞ്ച് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് ഇവിടെ ഇപ്പൊ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന പോയിന്റ് ചെന്ന ശേഷം നമ്മൾ സിയിലേക്കും ബി എന്ന് തന്നെ വേറെ അടുത്തൊരു പോയിന്റ് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കും നമ്മൾ പോവാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോകുന്ന അവസ്ഥയില് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിന്റെ അകത്ത് ഓക്കെ, ഇങ്ങനെ ഒരു പമ്പിംഗ് മെയിൻ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഓർക്കുക, നമുക്ക് എപ്പോഴും ഈ ബ്രാഞ്ചിഡ് പമ്പിംഗ് മെയിനുകൾ വളരെയധികം ഇഫക്റ്റീവ് ആയിട്ട് വരാറില്ല. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 20 14 ലെവലാണ് ഡിയും സിയും എങ്കിൽ അതിൽ വലിയ നമ്മൾ ഈ പറയുന്ന ഒരു 34 MLD 40ലേക്ക് പോകണം, 40 സിയിലേക്ക് പോകണം, 16 MLD ഡിയിലേക്ക് പോകണം നമ്മൾ പറയുന്നത്. പക്ഷെ അത് എക്സാക്ട്ലി നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കമ്പയറബിൾ ആയിട്ടുള്ള ലെവൽ ഡിഫറൻസ് 20 കുഴപ്പമില്ല, 15 20 ഒന്നും കുഴപ്പമില്ല. പ്ലസ് കമ്പയറബിൾ ആയിട്ടുള്ള ഡിസ്ചാർജും, അതായത് സൈസ്, പമ്പിംഗ് മെയിൻ്റെ സൈസും കമ്പയറബിൾ തൊട്ടടുത്തത്. ഇപ്പൊ 650 ആയിരുന്നു രണ്ടുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് പ്രപ്പോസ് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കാലക്രമേണ അതിൻ്റെ അകത്ത് ഇഷ്യൂസ് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ ത്രോട്ടിൽ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ കുറെ ഇഷ്യൂസ് ഒക്കെ, വാൽവ് ഒന്നും പക്കമായിട്ട് വർക്ക് ചെയ്തില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ സിംഗിൾ പമ്പിംഗ് ലൈൻ തന്നെ ആക്കുക. പിന്നെ തീരെ നിവൃത്തിയില്ല, കമ്പയറബിൾ ആയിട്ടുള്ള ഹെഡ് ഒക്കെ ആണെങ്കിൽ മാത്രം ഈ ബ്രാഞ്ചിഡ് പമ്പിംഗ് ലൈനിൽ പോവാം. ബ്രാഞ്ചിഡ് പമ്പിംഗ് ലൈനിന്റെ ഡിസൈനിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്കിപ്പോൾ ഈ പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന എ ടു ബി, ഇതിനെ മൂന്നായിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പൊ എ ടു ബിയുടെ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേരം പറഞ്ഞ സെക്ഷനും ഡെലിവറി സൈഡ് ലൈൻ എല്ലാം കൂടെ കൂട്ടുന്ന ഹെഡ്.
ആ ഹെഡ് എന്ന് പറയുന്നത് 25 മൈനസ് 5 20 ആണ്, അതിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബി സി കണ്ടുപിടിക്കുക, 40 മൈനസ് 5 35. എ ബി സി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ബി സിയിലെ ബി ഡിയിലെ കണ്ടുപിടിച്ചു. അതായത് ഇനി അടുത്തൊരു കേസ് ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞു, അതായത് ഒരു എ ടു ഡി എന്ന് പറയുന്ന പോയിന്റ്, ഒരു എ ടു ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ പമ്പിന്റെ ഇത് മുതൽ ടാങ്കിന്റെ ടോപ്പ് വരെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇങ്ങനെ അല്ലാതെ ഒരു കേസ് വരാം. അതായത് നമ്മൾക്ക് നമ്മുടെ പമ്പിന്റെ ലെവല് നമുക്ക് ഇവിടെ തന്നെ നോക്കിയോ, നമ്മുടെ ഇവിടുത്തെ പമ്പിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ്. ഈ ബി എന്ന് പറയുന്ന പോയിന്റിലെ ലെവൽ എന്ന് പറയുന്നത് 25 മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഡിയിലേത് 20 ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എയിൽ നിന്ന് ഡിയിലേക്ക് പമ്പ് ചെയ്യുന്നതിന് മുന്നേ അതിൽ ഉയർന്ന ഒരു പോയിന്റിലൂടെ നമുക്ക് ഈ വെള്ളത്തിനെ കടത്തി വിടണം. ഏതാ 25 ലെവലിലേക്ക് വരെ. ഓക്കെ, അപ്പൊ അതായത് ആ വഴിയിലൂടെ ഉണ്ടാകുന്ന ഹയസ്റ്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതിലും ആ ഒരു കേസ് ഉണ്ട്. നമുക്ക് ലെവൽസ് എടുക്കുമ്പോൾ അതിന്റെ ഹയസ്റ്റ് പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആ ഹയസ്റ്റ് പോയിന്റിന്റെ ഡിഫറൻസ് ആയിരിക്കും അവിടുത്തെ സ്റ്റാറ്റിക് ഹെഡ്. അതായത് ഇവിടുത്തെ വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്ത് 25 കയറി കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്തോളൂ ഇങ്ങോട്ട്. ഇതിന്റെ പ്രശ്നം എന്താ പറയാ, ഫ്രിക്ഷൻ ഇവിടുത്തെ ഇതിന്റെ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യണം. അത് ഇത് പറയുമ്പോൾ ഇതിന്റെ അകത്ത് തന്നെ കാണാം. അപ്പം എ ബി ഡി എന്ന് പറയുന്നതിന്റെ അകത്ത് 20 മൈനസ് 5 അല്ല, 25 മൈനസ് 5 20 മീറ്റർ എടുത്ത്. ഇനി ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഇതൊരു ചെറിയ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. മറ്റേ 750 650 അതിന്റെ ഡയ വെച്ചിട്ട് എത്ര 50 ml 30 ml ഇതിന് കറസ്പോണ്ടിങ്ങിൽ നിങ്ങൾ നമ്മുടെ ആ ഗ്രാഫി വെച്ചിട്ട് എടുക്കുമ്പോഴത്തേന് ഈ 1.1 എന്നിട്ടിരിക്കുന്ന വേറെ കാര്യമൊന്നുമില്ല, ഒരു ചുമ്മാ വെറുതെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നല്ല. അതിന്റെ പറയാ വല്ല ചെറിയ ബെൻഡുകളും കാര്യങ്ങളുടെയൊക്കെ ലോസ് എക്സ്ട്രാ ഒരു 10% എക്സ്ട്രാ ആയിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ അത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഈ 3 മീറ്റർ എന്ന് പറയുന്നത് അതില് ഒരു ഹെഡ് ലോസ് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് 3 മീറ്റർ അതിൽ കിട്ടുക. കറസ്പോണ്ടിങ് ടു 50 mld 750 mm ഡയ പൈപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 3 കിട്ടും. അതിനെ 1.1 കൊണ്ട് നമ്മൾ 10% എല്ലാത്തിനും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതേ ഇൻറ്റു അതിന്റെ ലെങ്ത് 3 മീറ്റർ. അപ്പൊ നമുക്ക് 9.9 കിട്ടി. 10 മീറ്റർ നമ്മുടെ ഹൈറ്റ് ആയി. ഓക്കെ, ഇനി അടുത്തത് 10 മീറ്റർ നമുക്ക് ഹെഡ് ലോസ് ആയി. ബി സി വരുമ്പോൾ നമുക്ക് 5 മീറ്റർ ആണ് കിലോമീറ്റർ നീളമുണ്ട്. 5 ഇൻറ്റു അതിന്റെയും ഏതാ 34 mld കറസ്പോണ്ടിങ് ടു 650 mm ഡയ പൈപ്പ് ആകുമ്പോൾ അതിന്റെയും എന്താ പറയാ ഹെഡ് ലോസ് എന്ന് പറയുന്നത് പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഹെഡ് ലോസ് പെർ 1000 മീറ്റർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16.5 വന്നു. അടുത്തത് വന്നപ്പോൾ ഇത് വന്നപ്പോൾ കണ്ടോ 16 mld ആണ് കറസ്പോണ്ടിങ് ടു 450 mm ഡയ നല്ലപോലെ കുറഞ്ഞു. അപ്പം ഇത് കുറഞ്ഞ് എന്താ പറയുക ഡിസ്ചാർജ് കുറഞ്ഞെങ്കിലും ഡയ നല്ലപോലെ കുറഞ്ഞുകൊണ്ട് അതിന് കൂടിയ എന്താ പറയുക ഫ്രിക്ഷൻ ലോസ് വരുന്നു. 4.5 പെർ 1000 മീറ്റർ വരുന്നു. 4.5 into 8 39.6 കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്റ്റാറ്റിക് ഹെഡ് അറിയാം, ഇത്രയും സ്റ്റാറ്റിക് ഹെഡ് അറിയാം, ഇതും അറിയാം. ഇനി അത് ഓരോന്ന് കോമ്പിനേഷൻ ആയിട്ട് ആഡ് ചെയ്ത് നോക്കാം. അതായത് എ ടു ബിയിൽ അത് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, എ ബി സി എന്നുള്ളതിൽ നമ്മളുടെ അതിൽ സ്റ്റാറ്റിക് ഹെഡ് 35. ഇവിടുത്തെ എ ബിയിലെ ഫ്രിക്ഷൻ ഹെഡ് എ ബി എന്ന് പറയണല്ലോ, എയിൽ നിന്ന് ബിയിൽ എത്തണം, അതിനുള്ളത് 10. ബി സിയിലേത് 16.5. പിന്നെ എ ബി ഡി ഇതുപോലെ തന്നെ എടുത്തു. അതായത് ഇവിടുത്തെ സ്റ്റാറ്റിക് ഹെഡ് ഈ 25 മൈനസ് 5, പിന്നെ എ ബിയിലെ ഫ്രിക്ഷൻ ഹെഡ്, ഈ എ ബി ഡിയിലെ ഫ്രിക്ഷൻ ഹെഡ് അത്ര എടുത്തു കഴിയുമ്പോൾ നമുക്ക് 69.6 മീറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ ഒരു മാക്സിമം ഹെഡ് എന്ന് പറയുന്നത് 69.6 ആണ്. സേ 71 ഇൻക്ലൂഡിങ് 1 മീറ്റർ റെസിഡ്യൂവൽ ഹെഡ്. എന്തായാലും റെസിഡ്യൂവൽ ഹെഡ് എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു തിയറിറ്റിക്കലി പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് നമ്മൾ എല്ലാം കൃത്യമായിട്ട് എടുക്കുന്നത് കൂട്ടിക്കും. എല്ലാം കൃത്യമായിട്ട് എടുക്കുന്നത് നമ്മളുടെ ഇൻലെറ്റ് ഓഫ് ടാങ്ക്, അത് അവിടുന്ന് നമ്മുടെ പമ്പിന്റെ സെന്റർ വരെ മില്ലിമീറ്റേഴ്സ് പോലും ഡിഫറൻസ് ഇല്ലാതെ നമുക്ക് 100 മീറ്റർ ആണ് നോക്കും. ഓക്കെ, സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും വെള്ളം ഒരേപോലെ നിൽക്കുന്നു. അപ്പം അത് 5 മീറ്റർ ആണെന്ന് വെച്ചു. അപ്പം 105 മീറ്റർ നമുക്ക് ഹെഡ് കിട്ടി. പ്ലസ് ലോസസ് എപ്പോഴും മാറുന്നില്ല, ലോസ് 10 ആണെന്ന് വെച്ചു. അപ്പൊ 115 മീറ്റർ കിട്ടി. അപ്പൊ നമ്മൾ ഈ 115 മീറ്ററിന് ഡിസൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും? തിയറിറ്റിക്കലി ഇതെല്ലാം എക്സാക്റ്റ് ആയിട്ട് നിൽക്കുകയെന്ന് വെച്ചു. 115 മീറ്ററിന് ഡിസൈൻ ചെയ്താൽ വെള്ളം ആ പൈപ്പിന്റെ ടോപ്പിൽ വന്ന് അവിടെ നിൽക്കും, പുറത്തേക്ക് ഒഴുകും. ഇതിലൂടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ഒരു മീറ്റർ റെസിഡ്യൂവൽ ഹെഡ് ആണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്. അപ്പൊ അതോടെ കൂട്ടി 71 മീറ്റർ ഇതിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ബ്രാഞ്ചിഡ് പമ്പിങ്ങിന്റെ ഡിസൈനിലുള്ളത്. അപ്പം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് കർവ്, ക്യാരക്ടറിസ്റ്റിക് കർവ്, അതായത് പമ്പുകളുടെ ഇതിനകത്ത് നമ്മളിപ്പം ഒരുപാട് നമുക്ക് അതിൻ്റെ അകത്ത് കഥകൾ പറയാനുണ്ട്. പിന്നെ എന്താ പറയാ, ഒരുപാട് ടൈപ്പ് കർവ്സ് നമുക്ക്
അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് എന്താ പറയാ, നമ്മള് ഡിസ്ചാർജ് വേഴ്സസ് ഹെഡ് കർവ് ഉണ്ട്, പവർ വേഴ്സസ് ഡിസ്ചാർജ് ഹെഡ് ഉണ്ട്, പിന്നെ എന്താ പറയാ, അങ്ങനെ ഒരുപാട് കർവുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇപ്പൊ ഇതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ഡിസ്ചാർജ് ഹെഡ്, ടോട്ടൽ ഹെഡ്, ഫ്ലോയ്, ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഈ പമ്പ് കർവുകൾ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർവുകൾ കാണാറുണ്ടോ? അതാണ് ചോദിക്കുന്നത്. നമ്മള് കർവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം പുതിയതായി ഇതിൽ കുട്ടികൾ വന്നിരിക്കുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ കുറച്ചുകൂടെ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. കാരണം പഠിക്കുന്നതെന്നല്ല, കുറച്ചുകൂടെ ആളുകൾ പറഞ്ഞു. പിന്നെ ഇത്രയും അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ അവരെല്ലാവരും കാണുന്നുണ്ടാവും. പണ്ട് കുറച്ചുകൂടെ സിവിലുകാരായിരുന്നു ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നമ്മൾ ആരായാലും ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എന്താണെങ്കിലും ഇത് നമ്മൾ പെർഫോമൻസ് കർവ് ചോദിക്കണം. പെർഫോമൻസ് കർവ് ചോദിക്കണം. അതായത് ആരോടാണ്? നമ്മുടെ പമ്പ് സപ്ലൈ ചെയ്യുന്ന ആളുകളോട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി പഠിച്ചില്ല. നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, എന്താണ്, നമുക്ക് വേണ്ട, നമ്മൾ ഡിസൈനർക്ക് കൊടുക്കുന്ന എന്താ, ഞങ്ങൾക്ക് ഇത്ര മീറ്റർ ഹെഡ് വേണം, ഇത്ര ഡിസ്ചാർജ് വേണം, അതായത് ഇത്ര മീറ്റർ ഹെഡിൽ ഇത്ര ഡിസ്ചാർജ്. ഇതാണ് നമ്മളുടെ പമ്പിന്റെ ഡ്യൂട്ടി കണ്ടീഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിന് ഒരു എഫിഷ്യൻസി നമ്മൾ പറയുന്നുണ്ട്, 70% എഫിഷ്യൻസി. അപ്പം ഈ പമ്പിന്റെ ഡിസ്ചാർജ് കർവ് തരുമ്പോൾ ഇതിൽ ഞാനൊരു നമ്മുടെ സാമ്പിൾ ആയിട്ടുള്ള വേറൊന്നും ഇട്ടോളാം കേട്ടോ. ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു പമ്പിന്റെ ഇതിലൂടെ ഞാൻ അറ്റാച്ച് ചെയ്തോളാം. നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്തോളാം. അതിൽ വരുമ്പോഴത്തേന് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ അത് മേടിച്ചൊന്ന് അവരോട് തരാൻ പറയുമ്പോൾ തന്നെ അവർക്ക് ഓക്കെ ഇയാൾ ഇത് നോക്കുന്നതാണെന്ന് അറിയുമ്പോൾ തന്നെ അവർ കുറച്ചുകൂടെ ആ ഡിസൈൻ കുറച്ചുകൂടെ പക്കാക്കും. ഒന്നത്. അടുത്ത കേസ് എന്ന് പറയുന്നത്, അത് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഇത് ഈ ഒരു പോയിന്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഡിസൈനിനനുസരിച്ചാണോ ഇത് ഈ പോയിന്റ് എന്നുള്ളത് നോക്കണം. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന റേറ്റ് ഓഫ് ഫ്ലോയില് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡിലാണോ ആ എഫിഷ്യൻസി 70 കൂടുതലൊക്കെ ആ കർവ് കാണിക്കുന്നുണ്ടോ എന്നില്ല നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. മിനിമം അത്രയും ചെക്ക് ചെയ്യാം. അപ്പൊ അത്രയും ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അറിയാം അതിനെ കഴിഞ്ഞും മോശമായതോ എന്താ പറയാ പല രീതിയിലുള്ള അതിനെ കഴിഞ്ഞ് എഫിഷ്യൻസി കുറവാണെങ്കിൽ നമുക്ക് പറയാം ഇത് പറ്റില്ല, ഞങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള സാധനം തരണമെന്ന് പറയാം. അതിന് ഈ കർവ് അവരോട് പമ്പ് കർവ് തരാൻ പറയണം. അവർ ഡിസൈൻ കർവ് തരും, എന്നിട്ട് മാത്രം ഓർഡർ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പത്തെ കാര്യം ഇതിനെ പറ്റി പറയാം. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മളുടെ പർട്ടിക്കുലർ ഡിസ്ചാർജ്, പർട്ടിക്കുലർ ഹെഡ്, അതായത് നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ വീട്ടിലൊരു പമ്പ് മേടിച്ച് വെക്കുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഹെഡും പർട്ടിക്കുലർ ഡിസ്ചാർജും ആയിരിക്കും ഉള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്താലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടേതെല്ലാം നമ്മൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തു വരുന്ന പമ്പുകളാണ്. അതായത് ഒരു നോർമൽ ഹെഡ് ഒന്നുമല്ല. ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് 75 മീറ്റർ ഹെഡ് അല്ലെങ്കിൽ 100 മീറ്റർ ഹെഡ്, 125 മീറ്റർ ഹെഡ്, ഇത്ര ഡിസ്ചാർജ്, അങ്ങനെയാണ് നമുക്ക് ഇത് വരിക. ഉദാഹരണത്തിന് ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പമ്പ് ഒരിടത്തിരിക്കുക, നമ്മളൊരു പമ്പ് പറഞ്ഞു, ആ പമ്പിന് ഇപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ എന്ന് പറയുന്നത് GPM ഒക്കെ വിട്ടേക്ക് ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് 3 LPS ആണെന്ന് കൂട്ടിക്കും. 3 LPS ആണ്, ഹെഡ് ഒരു 50 ആണെന്ന് കൂട്ടിക്കും. ഓക്കെ, 3 LPS ഹെഡ് 50. ഇങ്ങനെ ഒരു സംഭവത്തിനെ കൊണ്ടുപോയി ആ പമ്പ് നമ്മൾ ഡിസൈൻ ചെയ്ത് വരുന്നത് നമുക്ക് നമ്മൾ ഇതിനെ കൊണ്ട് വേറൊരു സ്ഥലത്ത് വെച്ചാൽ നമ്മൾ വല്ലപ്പോഴും അത് ചെയ്യാറുള്ളതാണ്. അതായത് ഇച്ചിലൂടെ ഹെഡ് കൂടിയ ഒരു സ്ഥലത്ത് കൊണ്ടേ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളത് നോക്കിയേ, ഈ കർവ് നോക്കി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഹെഡ് കൂടുമ്പോൾ എന്ത് പറ്റും? ഡിസ്ചാർജ് കുറയും, നാച്ചുറലി കുറയും. എന്താ പറയാ, അങ്ങനെ വരുമ്പോഴത്തേന് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അതായത് ആ പമ്പ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. അതിന്റെ ഡിസൈൻ ആ ക്യാരക്ടറിസ്റ്റിക്സിനുള്ളിൽ നിന്നാൽ മാത്രമേ അത് പക്കായിട്ട് വർക്ക് ചെയ്യൂ, അല്ലാതെ വർക്ക് ചെയ്യില്ല. ഇവർ പറഞ്ഞിരിക്കുന്ന ഐഡിയൽ സെലക്ഷൻ +or-10 എന്നാണ്, 10%. അപ്പം 10% ഇത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എടുക്കേണ്ട ഒരു ചെറിയ റേഞ്ച് നമുക്ക് കിട്ടും, കുഴപ്പമില്ല. ചെറിയ റേഞ്ച് കിട്ടുമെന്ന് ഞാൻ പറയാനായിട്ട് കാരണം, എന്നോട് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സക്ഷൻ എന്താ പറയാ, സക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് സക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്കിപ്പോൾ ഫ്ലോട്ടിംഗ് പമ്പേഴ്സുകളിൽ ലോവസ്റ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പമ്പേഴ്സ് അല്ലെങ്കിൽ ലോവസ്റ്റ് വാട്ടർ ലെവൽ എടുക്കണോ, ടോപ്പ് വാട്ടർ ലെവൽ എടുക്കണം? തീർച്ചയായിട്ടും ലോവസ്റ്റ് വാട്ടർ ലെവൽ എടുക്കണ്ടേ, കാരണം മിനിമം വാട്ടർ ലെവൽ നമ്മൾ എടുത്തേ പറ്റും. കാരണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഹെഡ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും മിനിമം വാട്ടർ ലെവൽ അല്ലേ, കാരണം വെള്ളം താഴ്ന്നു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഹെഡ് കുറഞ്ഞു പോകില്ലേ. നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഹെഡിനെ കഴിഞ്ഞ് കൂടിയ ഹെഡ് വരില്ല വെള്ളം താഴുമ്പോൾ. അപ്പം നാച്ചുറലി ലോവസ്റ്റ് വാട്ടർ ലെവൽ എടുക്കണ്ടേ. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ അകത്തൊക്കെ നമുക്കൊരു ടോളറൻസ് കിട്ടും. നമ്മൾ ഈ ചെയ്യുന്ന ഒന്നും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹേസൽ മാനോഗ്രാഫ് ഉപയോഗിച്ചാലും വലിയ ഇഷ്യൂ ഇല്ലെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കൺസിഡർ ചെയ്ത് ഈ ഒരു ഡിസൈൻ ചെയ്താൽ നമുക്കൊരു റേഞ്ച് കിട്ടും. നമ്മൾ 70 മീറ്റർ ഹെഡ് എന്നുള്ളത് വന്ന് ഇത്ര ഡിസ്ചാർജ് എന്ന് പറഞ്ഞെങ്കിലും
അതിൻ്റെ അകത്തൊരു ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലും നമുക്ക് വലിയ ഇഷ്യൂ പമ്പയിൽ വരില്ല. സ്ലൈറ്റ് വേരിയേഷൻ, ഭയങ്കരമായ വേരിയേഷൻ വരുമ്പോഴാണ്, വലിയ വേരിയേഷൻ വരുമ്പോഴാണ് ഈ ഇഷ്യൂസ് എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം അതാണ് ഞാൻ അതിൻ്റെ അകത്ത് പറയാനായിട്ട് ഒരു ആഗ്രഹിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് പമ്പ്സ് ഇൻ സീരീസും പമ്പ്സ് ഇൻ പാരലലുമാണ്. അതിൽ പമ്പ്സ് ഇൻ സീരീസിൽ പറയുമ്പോൾ എന്ത് പറ്റും, പമ്പ് സീരീസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹെഡ് ഇൻക്രീസ് ചെയ്യുക, ഹെഡ് കൂട്ടാൻ വേണ്ടി. ഉദാഹരണത്തിന് നമ്മളുടെ ഇപ്പം എന്താ പറയുക, ഇങ്ങോട്ട് നമ്മുടെ ഞാൻ കൊണ്ടുവന്നാണ്, അവിടെ നിന്ന് അങ്ങോട്ട് പീരുമേട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പമ്പ്സ് ഇൻ സീരീസ് കാണാം. പമ്പ്സ് ഇൻ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതും പമ്പ്സ് ഇൻ സീരീസ് കൊടുത്താലും ഓൺലൈൻ ബൂസ്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞാൽ എപ്പോഴും ബെറ്റർ ഒരു ചെറിയ സംഭയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും എന്നാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഇതിനെ പറയുന്നത്. ഓൺലൈൻ ബൂസ്റ്റിങ്ങിനെ കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള ഓൺലൈൻ ബൂസ്റ്റിങ്ങിന് ഉപയോഗിക്കാം. അതായത് ഒരിടത്തുനിന്ന് ഒരു പമ്പ് വെക്കുന്നു, അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഹെഡ് ലിഫ്റ്റ് ചെയ്യുന്നു, ഐദർ ഒന്നെങ്കിൽ അതൊരു സമ്പിൽ വെച്ച ശേഷം, സമ്പിലേക്ക് എടുത്ത ശേഷം അവിടുന്ന് അടുത്ത പമ്പ് വെച്ച് അടുത്ത പോയിന്റിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ കയറി വരുന്ന ലൈനിനെ തന്നെ അതിന്റെ ഡെലിവറി സെക്ഷൻ ആക്കുകയും അവിടുന്ന് വീണ്ടും ബൂസ്റ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതൊരു ഓൺലൈൻ ബൂസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഒരു പമ്പ് വെച്ച് കഴിഞ്ഞാൽ ആ പമ്പ് ചെന്ന് അതിന്റെ വെള്ളം ചെന്ന് നിൽക്കുന്ന പോയിന്റിലല്ല അടുത്ത പമ്പ് വരുന്നത്. അത് ചിലപ്പോൾ ആ വെള്ളം കുറച്ചുകൂടെ മുകളിലേക്ക് പോകും. അപ്പൊ അത് ഒരു റിസർവോയർ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ പമ്പ്സ് ഇൻ സീരീസിൽ ആഡ് ചെയ്യാം. അവിടെ ഉള്ളപ്പോൾ ഡിസ്ചാർജ് മാറുന്നില്ല, ഹെഡ് മാത്രമാണ് മാറുക. പിന്നെ അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ പമ്പ്സ് ഇൻ പാരലൽ. ഇതിനൊരു ചെറിയ നമ്മളൊക്കെ എപ്പോഴും ഒരു തെറ്റ് പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ. അതായത് പമ്പ്സ് ഇൻ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക, നമുക്ക് രണ്ട് പമ്പ് പാരലായിട്ട് വെച്ച് വർക്ക് ചെയ്യാം, ഒരേ സമയം രണ്ട് പമ്പും വർക്ക് ചെയ്യാം. അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡിസ്ചാർജ് കൂട്ടാൻ, ഹെഡ് സെയിം ആക്കി വെച്ചുകൊണ്ട് ഡിസ്ചാർജ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, എന്താ പറയുക, നമ്മുടെ റോ വാട്ടർ പമ്പുകളിലാണ് മെയിൻ ചെയ്യുക. അതായത് നമുക്ക് 50% സ്റ്റാൻഡ് ബൈ മതി എന്ന് വെച്ചിട്ട് നമ്മൾ 3 പമ്പ് വെക്കും. 3 പമ്പ് വെച്ച ശേഷം 2 പമ്പ് അറ്റ് എ ടൈം വർക്ക് ചെയ്യും. അതിന് കുറെ അഡ്വാൻറ്റേജ്. ഒന്ന് പമ്പിന്റെ സൈസ് കുറയ്ക്കാം. ആ ഇനിഷ്യൽ എന്താ പറയുക, പമ്പ് സൈസ് വലിയ പമ്പ് വരുമ്പോഴത്തേനും എന്താ പറയുക, അതായത് നമുക്ക് 3 പമ്പ് വെക്കുന്നതിന് വരെ 2 പമ്പ് വെക്കുകയാണെങ്കിൽ 100% സ്റ്റാൻഡ് ബൈ ആണ്. ഓക്കെ, ഒരു പമ്പിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഡിസ്ചാർജ് കിട്ടും. 3 വെച്ച് കഴിഞ്ഞാൽ 2 വർക്ക് ചെയ്യുമ്പോഴേ അതിന്റെ ഡിസ്ചാർജ് കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആ പമ്പിന്റെ ഭയങ്കര സൈസും കാര്യങ്ങളും വരും, സിംഗിൾ പമ്പ് വരുമ്പോഴത്തേനും അതൊന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ മെയിൻ്റനൻസ് സൈഡ് കുറച്ച് എളുപ്പമുണ്ട്. പിന്നെ ഒരെണ്ണം പോയാലും നമുക്ക് 2 ഉണ്ട്, നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടിക്കാം. ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ വെച്ചിട്ട് നമ്മളത് 3 പമ്പ് കൊടുത്ത് 2 അറ്റ് എ ടൈം വർക്ക് ചെയ്യിക്കും. ഈ അറ്റ് എ ടൈം വർക്ക് ചെയ്യിക്കുന്നതിൻ്റെ നമ്മൾ ഇഷ്യൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടത് ഒരു 10 mld ആണ് നമുക്ക് ആവശ്യമുള്ളത് ഓടിക്കും. നമ്മൾ സിംഗിൾ പമ്പ് ഡിസൈൻ ചെയ്ത് ഞാൻ പറ്റും, നമ്മളൊരു 100 മീറ്ററിലേക്കാണ്, നമ്മൾ 100 മീറ്റർ ഹെഡിലേക്കാണ് നമ്മൾ പമ്പ് ചെയ്യുന്നതെന്ന് കൂട്ടി. അപ്പം സിംഗിൾ പമ്പ് നിങ്ങൾ 10 mld പമ്പ് ചെയ്യാനായിട്ടുള്ള ഡിസൈൻ എടുത്ത് 100 മീറ്ററിലേക്ക് ഹെഡിലേക്ക് ഡ്യൂട്ടി കണ്ടീഷൻ ഒക്കെ പറഞ്ഞ് നമ്മൾ വർക്ക് ടെൻഡർ ചെയ്യുന്നു, എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കുന്നു, വർക്ക് ടെൻഡർ ചെയ്യുന്നു. നമുക്ക് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കർവ് കിട്ടും. നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടും, ഒരു സംശയമില്ല, സിംഗിൾ പമ്പ്. പക്ഷേ 2 പമ്പ് വരുമ്പോൾ കൊണ്ടുവന്ന ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അതായത് 2 പമ്പ് വരുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുന്നത്, നമ്മൾ 5 mld 100 മീറ്റർ ഹെഡിലേക്ക് പമ്പ് ചെയ്യാവുന്ന 5 mld 3 പമ്പ്, 5 mld നമുക്ക് ഡിസ്ചാർജ് കിട്ടുന്ന 3 പമ്പാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് കൂട്ടിക്കുക. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്താ, 5 5 10, ആദ്യത്തെ 2 അടിക്കുമ്പോൾ 5 5 10ആയി, 2 3 അടിക്കുമ്പോൾ 10ആയി. ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്, നോർമലി വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പമ്പിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ 5 mld വെള്ളം ഈ പൈപ്പ് ലൈനിലൂടെ ഒഴുകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ പമ്പ് ഡിസൈൻ ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഷർ ലോസ്, അതായത് ഹെഡ് ലോസ്, ഫ്രിക്ഷൻ ലോസ്, അതെല്ലാം നമ്മൾ കണ്ടു. mld എത്ര ക്വാണ്ടിറ്റി വെള്ളം തന്നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് നമ്മൾ കണ്ടു. 5 mldക്ക് കറസ്പോണ്ടിംഗ്ലി എടുത്താൽ ഹെഡ് ലോസ് കിട്ടുന്നത് ചിലപ്പോൾ 5 ആയിരിക്കും കിട്ടുന്നതെന്ന് വെച്ചു. നേരെ മറിച്ച് അപ്പൊ നമ്മൾ അങ്ങനെ വെച്ച് ഒരു പമ്പ് 2 കൊണ്ടുപോയി വെച്ചെന്ന് വെച്ചു. ഈ പമ്പ് 2 കൂടിയല്ലേ നമ്മൾ ഒരുമിച്ച് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 10 mld ആയിരിക്കും അതിൽ കൂടെ ഒഴുകാൻ പോകുന്നത്. അപ്പൊ 10 mld ഓഫർ ചെയ്യുന്ന ഒരു പ്രഷർ ഹെഡ് ലോസ് ഉണ്ട്. അത് ഈ നമ്മൾ ഒരു പമ്പിന്റെ 5 ആയിരിക്കത്തില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ആക്ച്വലി ഈ പമ്പ് ഒരെണ്ണം വർക്ക് ചെയ്ത് അടുത്ത 2 ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം അത് നേരിടേണ്ടി വരുന്ന പ്രഷർ ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ 5 mldക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പമ്പിന് വേണ്ടി 5 mldക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഹെഡ് ലോസ് ആയിരിക്കുമല്ലോ അവിടെ വരുന്നത്, അതിലും കൂടുതലായിരിക്കും. അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ 5 5 10 കിട്ടേണ്ട കൊടുക്കും. തിയററ്റിക്കലി നമുക്ക് വേണമെങ്കിൽ 0 കിട്ടാം, തിയററ്റിക്കലി. പക്ഷെ അങ്ങനെ വരത്തില്ല. നമുക്ക് എന്തൊരു 5 5 10 ഒരു 6 7 അതിൽ കൂടുതൽ പോകത്തില്ല. ഓക്കെ, അപ്പം അതിനൊരു കാൽക്കുലേഷൻ കൂടി ഉണ്ട്. അത് ഞാൻ ഒന്നും ഇത് ചെയ്തതിൻ്റെ അകത്ത് ആക്കാൻ പറ്റിയില്ല, ക്ഷമിക്കുക. അപ്പം അതിനൊരു ചെറിയ കാൽക്കുലേഷനോട് ഞാനത് നോക്കട്ടെ, ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തിട്ടോളാം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ നമ്മളൊരു സപ്ലൈ ഓർഡർ കൊടുക്കുമ്പോൾ, നമ്മൾ ഈ സാധനം ചെയ്ത് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഇതിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള പെർഫോമൻസിന്റെ കർവ് തരണം എന്നുള്ളത് നമുക്ക് അവരോട് പറയാം. 2 പമ്പ് സിംഗിൾ ഇങ്ങനെയാണ്, 3 പമ്പ് വർക്ക് ചെയ്യുന്നു, കോൺട്രാക്ടറോട് പറയുക. അതായത് ടെൻഡറിന്റെ പാർട്ടാക്കുക, 3 പമ്പ് വർക്ക് ചെയ്യുന്നു, 2 എണ്ണം അറ്റ് എ ടൈം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഡിസ്ചാർജ് കിട്ടണം. ഇത്ര ഹെഡ് ഇത്രയാണ്, എന്റെ ഹെഡ് ഇത്രയാണ്. ആക്ച്വലി സിംഗിൾ പമ്പ് സ്റ്റാറ്റിക് ഹെഡും ഇതെല്ലാം കൂടുന്നത് ഇത്രയാണ്. അപ്പം അല്ലെങ്കിൽ എന്റെ ഞാനിങ്ങനെ സിംഗിൾ പമ്പിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഹെഡ് ഇത്രയാണ്. പക്ഷെ ഇത് 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ ഡിസ്ചാർജ് മാറാൻ പാടില്ല. ഇതിന് വേണ്ടി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് തരും. അപ്പൊ പവറിൽ ചെറിയ കൂടുതലുണ്ടാവും, അതിനനുസരിച്ച് കിട്ടും. അപ്പൊ അത് നിങ്ങളൊന്ന് ഇനിയേലും ഇപ്പൊ കഴിഞ്ഞു ഇനിയേലും ശ്രദ്ധിക്കുക. ആ ഒരു ഇഷ്യൂ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു കേസാണ്. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനെപ്പറ്റി പമ്പിനെ പറ്റി അത്യാവശ്യം ഞാൻ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ അകത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് ഒരുപാട് കുറേ അധികം കാര്യങ്ങൾ അതൊക്കെ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു മീറ്റിങ്ങിൽ ഇത് തന്നെ കൂടുതലായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരിക്കലും നിങ്ങളുടെ ബാച്ചിലുള്ള ആളുകൾക്ക് ഇൻഡക്ഷൻ ലെവൽ ട്രെയിനിങ് കിട്ടാത്തത് ഭയങ്കര കഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് ഇൻഡക്ഷൻ ലെവൽ ട്രെയിനിങ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നേരിട്ട് മുഖാമുഖം കണ്ട് ഒത്തിരി നല്ല ഞാനല്ല, അതുപോലെ ഒത്തിരി നല്ല നമുക്കുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പൊ അവർ ഒത്തിരി നല്ല ആൾക്കാരുണ്ട്, പഴയ ആൾക്കാരും ഉണ്ട്, ഇപ്പൊ ഉള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ല ട്രെയിനിങ് കിട്ടാനുള്ള നടപടി സ്വീകരിക്കാനോട് എഫ്കയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഒന്ന് പറയേണ്ടതാണ്. JJM ഒക്കെ ഇപ്പം ഒരു വലിയ ബഹളമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം ഇപ്പോഴേലും ഇനിയൊന്നും കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് എന്താ പറയാ പല കാര്യങ്ങളും എന്താ പറയാ നമുക്ക് പിള്ളേർ അറിയാതെ നമുക്ക് ഒരുപാട് ഈ തിരക്കുകൾ ഉള്ളതുകൊണ്ട് അറിയാൻ മേലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പല ആളുകളും വെക്കുന്നുണ്ട്. നമ്മുടെ ചില DPR-കളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് ഒരുപാട് പ്രശ്നങ്ങളുള്ള, പിന്നീട് എക്സിക്യൂഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈനും എന്താ പറയാ എസ്റ്റിമേറ്റും പക്കായി കഴിഞ്ഞാൽ വർക്ക് ഫുള്ളായെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ അത് വലിയ കാര്യമായിട്ട് നോക്കിയില്ല, അത് പക്കായിട്ട് നടന്നോളും. പക്ഷെ അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം മോശമാവും. അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനൊരു സിമ്പിൾ ഒരു കാര്യം പറയും. നമ്മുടെ ഈ ചില എസ്റ്റിമേറ്റുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ OH ടാങ്കിന്റെ ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴേ ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞു, OH ടാങ്കിന്റെ അകത്ത് വെള്ളം ഫില്ല് ചെയ്യുന്നതിനുള്ള ഒരു ഐറ്റം ഉണ്ട്. നമ്മൾ വാട്ടർ ടൈറ്റ്നസ് ചെക്ക് ചെയ്യാനായിട്ട് വെള്ളം ഫില്ല് ചെയ്യാം. അപ്പൊ വെള്ളത്തിന് നമ്മൾ M³ പൈസ കൊടുക്കും. M³ ഇത്ര M³ വെള്ളം അവിടെ കൊള്ളു എന്നുള്ള രീതിയിൽ പണ്ട് നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എന്റെ ഐസി പറയുമായിരുന്നു അതിൻ്റെ അകത്ത് കോളത്തിന്റെ വോളിയം കുറയ്ക്കണം. അതായത് അതിനകത്ത് കോളം നിൽപ്പുണ്ടല്ലോ കുറെ, നെഗ്ലിജിബിൾ ആണ് വളരെ ക്വാണ്ടിറ്റി, പക്ഷെ അതിൻ്റെ അകത്ത് കോളത്തിന്റെ വോളിയം കുറച്ചൊന്ന് ചോദിക്കുമായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് കോളത്തിന്റെ വോളിയം പോയിട്ട് എന്താ പറയാ എന്താണ് അതിൻ്റെ അകത്ത് ഇടുന്നതെന്നുള്ളത് പോലും നമുക്ക് ആലോചിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്റ്റിമേറ്റുകളൊക്കെ കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര സ്പീഡാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ട്രെയിനിങ്ങുകൾ നിങ്ങൾക്കെല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി ക്വറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെടുക്കുന്ന തുടങ്ങട്ടെ. പറഞ്ഞു നിർത്തിയെടുക്കുന്ന ഇപ്പം പാരലൽ ആയിട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് 2 എണ്ണം ഒരുമിച്ച് പമ്പ് ചെയ്യുമ്പോൾ അതിന്റെ വേണ്ടുന്ന എഫക്റ്റ് കിട്ടൂല. അപ്പൊ നമ്മൾ ആ LPS വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പവർ കൂടുതലുള്ള പമ്പ് വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നമ്മൾ എക്കണോമിക് ഡിസൈൻ വെച്ചിട്ട് ചെയ്യുന്ന ഈ പമ്പിങ് മെയിൻ അത് ആ പ്രഷർ എടുക്കുമോ? അയ്യോ, അത് ഞാൻ പറഞ്ഞതിന് ഒരു തെറ്റ് തോന്നുന്നത്. അതായത് നമ്മളുടെ പമ്പിംഗ് മെയിൻ്റെ ഡിസൈനിൽ നമ്മൾ ടോട്ടൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ 10 mld വെള്ളമാണ് പമ്പ് ചെയ്യേണ്ടതെങ്കിൽ പമ്പിംഗ് മെയിൻ ഡിസൈൻ ചെയ്യുന്ന എപ്പോഴും 10 mld തന്നെയായിരിക്കും. പമ്പിംഗ് മെയിൻ ഡിസൈനുമായിട്ട് ഇതിന് ബന്ധമേ ഇല്ല. പമ്പിംഗ് മെയിൻ ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും 10 mld തന്നെയായിരിക്കും. പമ്പ് മാത്രമാണ് നമ്മൾ 5 mld 3 എണ്ണം ആക്കുന്നത്. 2 എണ്ണം അടിക്കുമ്പോൾ 10 mld അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യും. JJM ഇപ്പം ഇത് ഐറ്റം വൈസ് ടെൻഡറൊക്കെ നമ്മൾ തുടങ്ങിയതിന് ശേഷം പല പമ്പ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഇപ്പൊ നമ്മൾ 40 കൊടുത്തിട്ടുണ്ടെങ്കിൽ 45 വേണം അല്ലെങ്കിൽ 50 വേണം എന്നുള്ള ഒരു റിക്വസ്റ്റുമായിട്ട് കോൺട്രാക്ടേഴ്സ് വരുന്നുണ്ട്.
ഇപ്പൊ ഇത് കിട്ടണ്ടിക്കില്ലേ, ഈ ഡിസ്ചാർജ് ഒക്കെ കിട്ടണ്ടിക്കില്ലേ, ഇത് ഈ HP മതിയാവില്ല. നമ്മളൊക്കെ പണ്ട് ഈ LPS മാത്രമേ പറയാറുള്ളൂ, HP പറയാറില്ല. പക്ഷെ നമ്മൾ ഇപ്പം ടെൻഡർ ചെയ്തിരിക്കുന്നൊക്കെ HP പറഞ്ഞിട്ടാണ് ടെൻഡർ ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ HP പറഞ്ഞിട്ട് ടെൻഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ശരിക്കും നമ്മൾ ഡ്യൂട്ടി കണ്ടീഷൻ മാത്രം പറഞ്ഞാൽ പോരെ, ഡ്യൂട്ടി കണ്ടീഷൻ മാത്രം പറഞ്ഞാൽ മതി. ഇനിയിപ്പോ HP കൂടുന്നതിന് ചിലർ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു കാരണമുണ്ട്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി നമ്മൾ ചോദിക്കണം. നിങ്ങളുടെ പമ്പിന്റെ എഫിഷ്യൻസി എത്രയാണ്, നിങ്ങൾ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പമ്പിന്റെ എഫിഷ്യൻസി പെർഫോമൻസ് കർവ് തരാൻ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മുടെ ഡ്യൂട്ടി കണ്ടീഷനിലെ എഫിഷ്യൻസി നമ്മൾ പറഞ്ഞ 70 താഴെ ആയിരിക്കും. ഈ പല ആൾക്കാരും ഈ ഹെഡ് ഞങ്ങൾ കൊടുക്കുന്ന ഈ സ്റ്റാറ്റിക് ഹെഡിനേക്കാളും 5 times ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അവര് ഹെഡ് കമ്പനിക്കാര് ഹെഡും അതിന്റെ ഡിസൈനും കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ HP കൂടുതലായിട്ടാണ് അവർ കൊണ്ടുതരുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഹെഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ HP കൂടും. പക്ഷെ ഹെഡ് എന്തുകൊണ്ടാണ് കമ്പനിക്കാർ കൂട്ടുന്നത്? കാരണം ഹെഡ് നമ്മളല്ലേ പറയുന്നത്, നമ്മളാണ് ഹെഡ് പറയുന്നത്. കാരണം നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ആണെങ്കിൽ സക്ഷൻ സൈഡിലെ ഹെഡ് നമുക്കറിയാം, ഡെലിവറി സൈഡിലെ ഹെഡും അറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടായി ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കരമായ വേരിയേഷൻ ഒന്നും വരില്ല. ചില കേസുകളിൽ വേരിയേഷൻ വരും. ഞാൻ പറഞ്ഞില്ല, ഒരു വലിയ സൈസ് പൈപ്പ് ഹൈ ഡിസ്ചാർജ് ഒക്കെ ആണെങ്കിൽ, ഒരുപാട് ക്വാണ്ടിറ്റി വാട്ടർ ഉണ്ട്, വലിയ പൈപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും ഇപ്പാനെറ്റിൽ അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹെഡിനെ പറ്റി ഒരു ഐഡിയ അതിൻ്റെ അകത്ത് കിട്ടും. ഈ ഷീറ്റ് ഇങ്ങനെ ഷീറ്റ് ഉപയോഗിക്കാതെ ഇപ്പാനെറ്റിൽ തന്നെ ഒന്ന് ചെയ്യുക. അപ്പോഴത്തേന് അത് നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ആ ഹെഡിൽ കൺട്രോൾ നമുക്ക് തന്നെ വേണം, ഹെഡിൽ കൺട്രോൾ വേണം. ആകെ ഞാൻ പറഞ്ഞത് ഈ 2 പമ്പ് വരുമ്പം അതിന്റെ പെർഫോമൻസ് കർവ് ഇതിന് രണ്ടിന്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളത് കാണിക്കണമെന്നാണ് അവരോട് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനൊരിടത്ത് വർക്ക് ചെയ്തിട്ട് കുട്ടനാട് ഞാൻ വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ, കുട്ടനാട് വർക്ക് ചെയ്ത സമയത്ത് കിർലോസ്കറിന്റെ പമ്പാണ് അവിടെ വെച്ച്, നല്ല പമ്പായിരുന്നു. പക്ഷേ ഡിസ്ചാർജ് വളരെ കുറവ് വന്നിട്ട് മെയിൻ്റനൻസിൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ കിർലോസ്കറിന്റെ ആൾക്കാർ വന്ന ശേഷം നമ്മളപ്പം അവരോട് സംസാരിക്കുമ്പോൾ അവർ നോക്കിയിട്ട് പറയുന്നത് ഹെഡ് വളരെ കുറവാണ്. അപ്പം നമ്മൾ അന്വേഷിച്ച് പിടിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല പഞ്ചായത്തിൽ കൂടെ പോവാണ്. അപ്പം പഴയ പൈപ്പ് ലൈനാണ്, പലയിടത്തായിട്ട് ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും അല്ലായിരുന്നു അതിന്റെ ഹെഡ്. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് ഒരു പോയിന്റിൽ നിന്ന് ടാങ്കിൽ ചെല്ലാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പമ്പിംഗ് മെയിൻ 5-10 വർഷം മുന്നേ 5-10 വർഷം പഴക്കമുള്ളതുകൊണ്ട് അതിന് അവിടെ ഇവിടെ ബ്രാഞ്ചസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെഡ് ലോസ് അവിടെ എല്ലാം കൂടെ വന്നിട്ട് ആക്ച്വലി ഹെഡ് ഇല്ല. അപ്പൊ ഇവർ പറഞ്ഞ ഒരു മറുപടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു തന്ന ആ ഹെഡ് ഡിസൈൻ ചെയ്യാമെന്ന് എന്താണോ പറഞ്ഞിരിക്കുന്നത്, ആ ഹെഡ് ഞങ്ങൾക്ക് ഇവിടെ പമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിത്താം, അങ്ങനെയാകുമ്പോൾ ഡിസ്ചാർജ് ഞങ്ങൾ കറക്റ്റ് കാണിച്ചു തരാമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഒരിക്കലും ഹെഡ് നമ്മൾ തന്നെയാണ് പറയേണ്ടത്. അവർ ഹെഡ് അവർക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല. വേണമെങ്കിൽ സർവേ ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ പല JJM സ്കീമുകളിൽ സർവേ ചെയ്ത് പെട്ടെന്ന് തിടുക്കത്തിൽ ചെയ്തതായോണ്ടുള്ള പ്രശ്നങ്ങൾ വരാം ഹെഡുമായിട്ട് ബന്ധപ്പെട്ട്. അത് രണ്ടാമതൊന്നുകൂടി സർവേ ചെയ്ത് ഉറപ്പിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അത് ചിലപ്പോൾ കോൺട്രാക്ടറുടെ ഒരു സ്കോപ്പായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മുടെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ സർവേ ചെയ്തതിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പമ്പിന്റെ കൂടെ ഇതിന്റെ കൂടെ ഹെഡൂടെ നിങ്ങൾ വെരിഫൈ ചെയ്യണമെന്നുള്ള ഒരു വാക്കുകൂടെ അതിന്റെ അകത്ത് ആഡ് ചെയ്യാം. വളരെ ഇത്രയും നല്ല റേറ്റ് ഉണ്ട് ഇപ്പം സെൻട്രൽ പമ്പിനൊക്കെ. അപ്പൊ അതുകൊണ്ട് അവരതിൻ്റെ അത് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ അതാണ് നല്ലത്. അവർ തയ്യാറാകുകയാണെങ്കിൽ അത് ഉറപ്പിക്കാം. അപ്പോഴും അത് നമ്മൾ സ്റ്റാറ്റിക് ഹെഡ് അത് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ ആ ഹെഡ് ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടാണ് കൊടുക്കുന്നത്. മാനുഫാക്ചർ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. എഫിഷ്യൻസി ബേസിൽ ഇത് പ്രശ്നം കണ്ടിട്ടുണ്ട്. 70% താഴെയുള്ള എഫിഷ്യൻസിയെ പമ്പിന് തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് പറയുകയും ചെയ്യാം. അതാകുമ്പോൾ പമ്പിന്റെ പെർഫോമൻസ് കർവ് മേടിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് ഇതില് എനിക്ക് തോന്നുന്നത് ഒരു ലാസ്റ്റ് ഒരു കുറിയുണ്ട്. ഇത് ഞാൻ വെലോസിറ്റി ഓഫ് ഫ്ലോ അത് ഞാൻ പറഞ്ഞു, ഡിസ്ചാർജ് അതും സിഗ്നിഫിക്കൻസ് ഓഫ് സി വാല്യൂ അതും പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു കുറി ഉണ്ടായിരുന്നതിൽ നമ്മുടെ ചില ഇപ്പൊ മോണോബ്ലോക്ക് പമ്പുകളുടെയും സബ്മേഴ്സിബിൾ പമ്പേഴ്സിന്റെയും എഫിഷ്യൻസി എന്താ പറയുക, നമുക്ക് ഈ 70 എന്നുള്ളത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേറ്റ് ആണെങ്കിൽ ഒരുപാട് പഴയ ഒരു റേറ്റ് മാത്രമേ നമ്മുടെ ഇപ്പോഴും ഉള്ളൂ. പുതിയ റേറ്റുകളൊന്നും ഇല്ല, എല്ലാം പഴയ റേറ്റ് തന്നെ ഉള്ളു. അപ്പം അത് നമുക്ക് നമ്മുടേതായ ഇന്റേണൽ ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. അത് റേറ്റ് പുതിയ റേറ്റ് കറക്റ്റ് ചെയ്തിറക്കാനും മോണോബ്ലോക്കിനും സബ്മേഴ്സിബിൾ പമ്പുകൾക്കും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്തിറക്കാനും ഈ എഫിഷ്യൻസിയുടെ ഇഷ്യൂ ടെക്നിക്കലി ഉള്ളപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല, അതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സബ്മേഴ്സിബിൾ പമ്പ് സെറ്റിന്റെ കേബിളിന്റെ റേറ്റ് അവൈലബിൾ ആണെന്ന്. അതായത് കേബിളിന്റെ റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നത് അത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിൽ കൊടുക്കാനുള്ള ഗേജ് ഉള്ള കേബിൾ അതായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ. നമുക്ക് പ്രൈസിൽ കേബിളിന്റെ റേറ്റ് അവൈലബിൾ അല്ല.
പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇലക്ട്രിക്കൽ ഇപ്പൊ നമുക്കൊരു വയറിംഗ് പോലും നമുക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കൽ DSR ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ, അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. എന്താ പറയാ, നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കേബിളുകളുടെ സൈസും ആ സൈസിനുള്ള റേറ്റും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അതിൻ്റെ അന്ന് കിട്ടും. നമുക്കൊരു വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളോ ഒരു പമ്പ് വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റവും അതിൻ്റെ അകത്തുണ്ട്. അതിന് ഓടിയായിട്ട് ഇവിടെ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക്കൽ DSR ഡൗൺലോഡ് ചെയ്താൽ മതി. ഇലക്ട്രിക്കൽ നമ്മൾ സിവിൽ ഉപയോഗിക്കുന്നു, ഇലക്ട്രിക്കൽ ഡൗൺലോഡ് ചെയ്താൽ അത് ഓടിയായിട്ട് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് കേബിളിന്റെ റേറ്റ് അതിൻ്റെ അന്ന് കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്പീഡ് ക്രൈറ്റീരിയ ഫോർ പമ്പ് സെലക്ഷൻ. നമ്മളെല്ലാം സ്ലോ സ്പീഡ് പമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബെയറിങ്ങുകളുടെയും കാര്യങ്ങളുടെയും എല്ലാം എന്താ പറയാ കാര്യങ്ങളെല്ലാം നന്നായിട്ട് കുഴപ്പമില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് ആ 1500 RPM അല്ലെങ്കിൽ 1440 1440 കിട്ടുന്ന 1500ന്റെ ആ RPM-ലുള്ള സാധനങ്ങൾ, അതാണ് അതിൽ ഉപയോഗിക്കുക. പിന്നെ എന്ന് പറയുന്നത് VFD-യുടെ സെലക്ഷൻ. VFD-യുടെ സെലക്ഷൻ എന്ന് പറയുന്നത്, VFD കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇപ്പൊ നമ്മൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു 100 HP മേളിലുള്ളതിനൊക്കെ VFD ആണെങ്കിൽ നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷെ സംഭവം കോസ്റ്റ്ലി ആണ്, അതൊരു ഇഷ്യൂ ആണ്. VFD ഒരല്പം കോസ്റ്റ്ലി ആണ്. പിന്നെ VFD ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നമുക്ക് അതായത് എന്താ പറയാ, നമുക്കിപ്പം ഒരു ഉദാഹരണത്തിന് കുട്ടനാട്ടിലെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് 2 പ്ലാന്റ്, ഒരു പ്ലാന്റ് 12 MLD സ്ലൈഡ്, 9 MLD 12 MLD സ്ലൈഡ് ഉണ്ട്, 14 MLD ഉണ്ട്. നമ്മൾ പുതിയ 35 MLD വരുന്നു. അപ്പൊ ആ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നതിനും പിന്നെ ചില സമയത്ത് നമുക്ക് ഇനീഷ്യലി നമുക്ക് ആ 16 MLD മാത്രം വർക്ക് ചെയ്യിച്ചാൽ മതി. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് VFD ഉണ്ടെങ്കിൽ നമുക്ക് RPM കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഡിസ്ചാർജിൽ കുറച്ച് ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് അതിൻ്റെ അകത്തുണ്ട്. ഈ ബ്രാഞ്ചഡ് പമ്പിംഗ് മീൻ എന്നുള്ള കൺസെപ്റ്റിനെ കഴിഞ്ഞ് മാറ്റിയിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ കുറച്ച് VFD ഉപയോഗിക്കാം. പക്ഷെ കോസ്റ്റ്ലി ആണ്. പിന്നെ മെയിൻ്റനൻസും അതുപോലെ കോസ്റ്റ്ലി ആകാനുള്ള സാധ്യത ആണ് കാണുന്നത്. പിന്നെ അതിനുള്ള ഒരു ടെക്നിക്കൽ ഐഡിയ ഉള്ളവരൊക്കെ എല്ലായിടത്തും കാണണമെന്നില്ല, ഉണ്ട്, പക്ഷെ എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ലോക്കലി ഉള്ളിടത്തൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാട്ടർ ബോട്ടിൽ നമ്മുടെ സ്കാഡ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇതിന്റെ എല്ലാം മെയിൻ്റനൻസ് ആണ് ഇഷ്യൂ. നമുക്ക് സ്കാഡൊക്കെ ഉള്ളിടത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് നല്ലതാണ്, പക്ഷെ അതിന്റെ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അത്ര എനിക്ക് പറയാം. പിന്നെ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിന്റെ കാര്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ ഹെഡിന്റെ അകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മളീ പറഞ്ഞ ബേസിക് കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെ. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നമുക്ക് നമ്മൾ ഒന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ കൺസെപ്റ്റ്സ് ഒന്നും വ്യത്യാസം വരാൻ കഴിയില്ല. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഇഷ്യൂ ഇത്രയേ ഉള്ളൂ. അതിന്റെ ഈ എന്താ പറയുക പൈപ്പുമായിട്ടുള്ള കണക്ഷൻ വരുന്ന പോയിന്റിലെ സാധനങ്ങളെല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം അതൊരെണ്ണം ഇതിന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എത്രമാത്രം താങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ്. പിന്നെ നമുക്ക് നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിന് എന്നെ കഴിഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവർ അവിടെ ചെയ്യുന്നവർ കാണാം. അവർക്കാർക്കെന്തെങ്കിലും അവരാരും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും അവരെ കൊണ്ടാണല്ലോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ. How to design or selection and connections. How to select number of stages. How to select number of stages or pumps എന്ന് പറഞ്ഞൊരു കൊറി ഉണ്ടായിരുന്നു. അത് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്പർ ഓഫ് സ്റ്റേജസ് നമ്മൾ ഇപ്പോൾ ഒരു VT പമ്പിന് ഇത്ര സ്റ്റേജ് പമ്പ് വേണം, അല്ലെങ്കിൽ ഇത്ര സ്റ്റേജ് ആയിരിക്കണം, CFന് ഇത്ര ഇമ്പല്ലർ വേണം, അത് നമ്മൾ സാധാരണ ഗതി പറയാറില്ല. നമ്മൾ ഡ്യൂട്ടി കണ്ടീഷനെ പറയത്തുള്ളൂ. കാരണം ആ ഡിസൈനറുടെ ഒരു ഇതാണ്, അവരുടെ സെക്ഷൻ പൈപ്പിന്റെ ഡയയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഡിസൈനും എല്ലാം വേരി ചെയ്ത് ഇമ്പല്ലർ നമ്പർ ഓഫ് ഇമ്പല്ലേഴ്സും കാര്യങ്ങളും എല്ലാം വ്യത്യാസം വരാം. അപ്പൊ അതിലൂടെ നമുക്കൊരു കൃത്യം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻ ചെയ്യുന്നവർക്ക് ഒരല്പം ബുദ്ധിമുട്ട് വരും. എനിക്ക് തോന്നുന്നില്ല അത് പറയേണ്ട ആവശ്യമുണ്ട്. ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു. സോബിന് ദിനുവാണേ. സോബിനെ നമുക്ക് പമ്പ്സ് സീരീസ് പറഞ്ഞപ്പോഴേ നമ്മൾ ഓൺലൈൻ ബൂസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഒരു പമ്പ് വെച്ച് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് ഒരു അടിച്ചു വന്നപ്പോൾ നമുക്ക് ചോദിക്കുന്നത് രണ്ടാമത്തെ പമ്പ് നമുക്ക് വെക്കുന്ന പൊസിഷൻ ഇല്ല. അപ്പൊ മിനിമം ഒരു ഹെഡ് വേണം എന്ന് പറഞ്ഞില്ലായിരുന്നു? അതിനെന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? മിനിമം ഒരു 3 മീറ്ററോ? ആ ഇമ്പലർ രണ്ടാമത്തെ പമ്പിന്റെ ഇമ്പലറിന് കേടുണ്ടോ കൂടുതൽ ഹെഡ് ഉണ്ടെങ്കിൽ? ഇല്ല കേട് അത് പമ്പിന്റെ അകത്തൂടെ വെള്ളം കയറി ഇറങ്ങി പോകുന്നുള്ള ഫീല് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിന് മിനിമം ഇത്ര ഹെഡ് വേണോ, അല്ലെങ്കിൽ ഇത്തിരി കൂടാൻ പാടില്ല? ആ പമ്പ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ പമ്പ് ചെയ്യുന്ന സാധനം ആ വെള്ളം അതിന്റെ അകത്തോട് കയറി ഇറങ്ങി പോകുന്നു.
പോകുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ പറഞ്ഞ ഒരു ചെറിയ ഇഷ്യൂ വരും. എന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് വീണ്ടും ഹൈ ഹെഡ് പോകുന്നത്. അതായത് നമ്മൾ ഒരു 100 മീറ്റർ ഹെഡുള്ള പമ്പിന്റെ ഇടയ്ക്ക് 50 മീറ്റർ കൊണ്ട് ഒരെണ്ണം വെച്ചാൽ ഈ സർജ് വരുമ്പോഴത്തേന് ഈ പമ്പിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ മിനിമം ഒരു തിരിച്ച് നമ്മൾ അവിടെ പമ്പിങ് ഇല്ലാത്ത സമയത്ത്, കാരണം ഈ ബ്രാഞ്ച് പമ്പിങ് വരുമ്പോൾ എല്ലാ സ്ഥലത്തും, ഇതിപ്പോ ഈ അട്ടപ്പാടിയുടെ പമ്പിങ്ങിനകത്തുള്ള ഒരു വിഷയമാണ് ഞാൻ വന്നത് പ്രാക്ടിക്കലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ പറഞ്ഞ ഒരിടത്ത് ആദ്യത്തെ പമ്പിൽ ഉണ്ട് പമ്പിങ് നടന്നുകൊണ്ടിരിക്കുക, രണ്ടാമത്തെ സ്ഥലത്ത് പമ്പിങ് ഇല്ലാതെ വരുന്ന ഒരു സമയത്ത് നമുക്ക് അതെന്തെങ്കിലും ദൂഷ്യം ഉണ്ടാക്കുമോ? അത് ഹൈ ഹെഡ് ഉണ്ടെങ്കിൽ ചെറിയ ഈ പറഞ്ഞ പമ്പ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയില്ല. പക്ഷെ പമ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ വരാം. അത് രണ്ടാമത്തെ പമ്പിന്റെ ഇമ്പലറിനെ ബാധിക്കും. അത് ബാധിക്കാം. ഇമ്പല്ലറിനെ ബാധിക്കുന്നതിന് കൂടുതൽ ബെയറിങ്ങിനെ ബാധിച്ചാൽ തീർന്നു. ഇമ്പല്ലറിന് വലിയ കുഴപ്പമുണ്ടാവില്ല, ബെയറിങ് പെട്ടെന്ന് പോകുന്നത്. ഓക്കെ. സാറേ രാജേഷ് സാറ് ഒക്കെ ഒരു സാറെ ഒന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കൊക്കെ ഒരു സാറും ഒക്കെ ഒരു ട്രെയിനിങ് കൊടുക്കും. അപ്പൊ പ്ലാന്റിന്റെ ഡിസൈനും ഒക്കെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് അവരൊക്കെ എല്ലാരും പമ്പിന്റെ സ്പീഡ് നമ്മുടെ സീവേജ് പമ്പുകള് 960 സ്പീഡൊക്കെയാണ് മിക്കവാറും കാണുന്നത്. ചില പമ്പുകൾ 1400 ഒക്കെ വരുന്നത്. ആ ഒരു സെലക്ഷൻ എങ്ങനെയാണെന്ന് ഐഡിയ ഉണ്ടോ? സ്ലോ സ്പീഡ് പമ്പുകളും മോട്ടർ അല്ലെ, സ്ലോ സ്പീഡ് മോട്ടറും അല്ലെങ്കിൽ ഹൈ സ്പീഡ് മോട്ടർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന ഏത് സാഹചര്യത്തിലാണ്? സാറ് നമ്മളിപ്പോ നമ്മളുടെ ഒരു സ്ലോ സ്പീഡ് നമ്മൾ എടുക്കുന്നതെല്ലാം എന്താ പറയാ 4 പോള് സ്ലോ സ്പീഡ് തന്നെയാണല്ലോ നമ്മുടെ നോർമൽ വാട്ടർ സപ്ലൈയിൽ മൊത്തം എടുക്കുന്നത് 4 പോള് തന്നെയാണ്. അതായത് 1500 RPM എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുന്നത്. വേറൊന്നുമല്ല, നമുക്ക് ഹൈ സ്പീഡ് എടുക്കുന്നതിന് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളുടെ ബെയറിങ്ങുകളും കാര്യങ്ങൾക്കും എല്ലാം ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അടുത്തത് നമ്മളുടെ സിവറേജ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴത്തേന് സ്ലോ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിസ്കസ് ആയിരിക്കുമല്ലോ ഫ്ലൂയിഡ്. അപ്പൊ അതിൽ ഇഷ്യൂ ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മുടെ തീരെ ഇപ്പം എന്താ പറയാ 1000 സാർ പറഞ്ഞ 1000 അല്ലെങ്കിൽ 940 960 RPM അത് കിട്ടുന്നത് പമ്പിൽ ഉപയോഗിക്കുമ്പോഴത്തേന് നമ്മുടെ ഞാൻ പ്രാക്ടിക്കലി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു 2 പേര് ഡിസ്കസ് ചെയ്തത് പ്രകാരം അവർ പറഞ്ഞ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പമ്പിങ്ങിൽ അതിനെ നമുക്കൊരു ഡിസൈഡ് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് വേണ്ട ഒരു ഡിസ്ചാർജ് കിട്ടുന്നതിന് ഇഷ്യൂ കാണിക്കാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതായത് സിവേജിന് കുറഞ്ഞ സ്ലോ സ്പീഡ് ആണെങ്കിലും ഇഷ്യൂ ഇല്ല. ഞാൻ അതിൽ അത്രയധികം സ്റ്റഡീഡ് അല്ല സാറേ. ഞാൻ സിവേജിനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഹാൻഡിൽ ചെയ്യുമ്പോ ഇരിക്കുന്ന പല പമ്പുകളും സ്ലോ സ്പീഡ് എന്നാൽ ഹൈ സ്പീഡിലുള്ള പമ്പുകളും ഉണ്ട്. അപ്പൊ ഇത് ഏത് ലെവലിലാണ് ഈ സെലക്ഷൻ വരുന്നത് എനിക്ക് ഇതൊരു ഐഡിയ കിട്ടിയിട്ടില്ല. SP കുറഞ്ഞ പമ്പുകളിൽ ഹൈ സ്പീഡാണ് കാണുന്നത്. പക്ഷെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ട് സാർ, അതുകൊണ്ട് അതിനെപ്പറ്റി അത്ര ധാരണയില്ല. ഞാനൊന്ന് ഇതിന് ഒരു ആളുണ്ട്, ഞാനൊന്ന് ചോദിച്ചോളാം. ഞാൻ ചോദിച്ചിട്ട് സാറിനോട് മെസ്സേജ് അയക്കാം. അതുപോലെ രാജേഷ്, ഈ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് വരുമ്പം എഫിഷ്യൻസി കുറയും, അതിന് SC മാർക്ക് തീരുമാനിക്കാൻ നിങ്ങളുടെ പറഞ്ഞൊരു കമ്മിറ്റി വെച്ചല്ലോ, അതിന് ഓർഡർ വല്ലേ ഇറങ്ങിയ? അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അങ്ങനെ ഒരു കമ്മിറ്റി വെച്ചു, CE കമ്മിറ്റിയില്. പക്ഷെ അതിന് ബാക്കി ഞാൻ കണ്ടില്ല, ഞാൻ ചോദിച്ചത്. അല്ല, അവിടെയും നമ്മൾ താഴെ ഡിസൈഡ് ചെയ്യാന്ന് ടോപ്പ് ലെവലിൽ ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്ത ഒരു വിഷയമാണ്. നമുക്കൊരു ധാരണ ഇല്ലാത്ത സബ്മേഴ്സിബിൾ പമ്പിനൊക്കെ എന്താ പറയാ ഹൈ സ്പീഡ് മോട്ടോർ വേണമെന്നുള്ള രീതിയിലുള്ള 2 പോൾ മോട്ടോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇഷ്യൂസ് പറയുന്നുണ്ട്. അല്ലാതെ അവൈലബിൾ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ചെയ്യാമോ സാർ? ഓക്കെ.
ഇപ്പൊ എല്ലാരും മടുത്തു കാണും കേട്ടോ, ഞാനും ഇവരെല്ലാരുമേ. ഓക്കെ ഞാൻ നല്ല class ആയിരുന്നു. ഇതിന്റെ അകത്തുള്ള ഭയങ്കര എന്റെ ഉള്ള informative സ്ലൈഡ് ഞാൻ ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ നിഖിലിന് അയച്ചു തരാവേ. Okay, പക്ഷേ അത് പിന്നെയുള്ള ഇതിനായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ എന്തെങ്കിലും CPH മാനുവലോ അങ്ങനെ അതൊക്കെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാവുന്നുള്ളൂ. നമ്മള് സാധാരണ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരു എക്സൽ ഷീറ്റ് കൂടി ഇട്ടേക്കാം. നമ്മുടെ ഈ പമ്പിന്റെ ഒരു ഡിസൈനിൽ വരുന്ന ഒരു എക്സൽ ഷീറ്റ് കൂടി. ഓക്കെ സാറ് നേരത്തെ ഞാൻ വന്ന് ജോയിൻ ചെയ്ത സമയത്തും ഞാൻ കടുത്തുരുത്തിയിലാണ് ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് സാർ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇതുപോലെ ആ എക്സൽ ഷീറ്റ് വെച്ച് സാർ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിന്റെ ഇത് വന്നപ്പോൾ സാറിനെ തന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നിഖില് പെടുത്തിയതാ, അത് വേറൊന്നുമില്ല. നിഖില് പറഞ്ഞു എനിക്ക് പറഞ്ഞു തന്നപോലെ പറഞ്ഞു തന്നാ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടപ്പോ ആയിക്കോട്ടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇതിപ്പം ഒരു ഇതിന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഒന്നാമത്തെ കാര്യം PPT ഉണ്ടാക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല. ഞാൻ കുറച്ചിങ്ങനെ വലിച്ചുവാരി ഇട്ടിട്ട് ഞാൻ വൈഫിന് അയച്ചു കൊടുത്തിട്ട് വൈഫാണ് വന്ന് ഇത് ചെയ്ത് തന്നത്. ഞാനിപ്പോ ജസ്റ്റ് പ്രസന്റ് ചെയ്യാൻ വന്നപ്പോൾ അതിന്റെ ഓർഡറൊക്കെ ഞാൻ കണ്ടത് തന്നെ. വേറൊന്നുമല്ല, ഒരു ശബരിമല തുടങ്ങിയപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഇപ്പോൾ കുറെ ഇഷ്യൂസ് നമ്മുടെ PWD ആയിട്ടുള്ള കുറെ ഇഷ്യൂ കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ട് ശരി 3 ദിവസമായിട്ട് അതിന്റെ പുറകെയായിരുന്നു. അപ്പൊ ഇന്നും മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് വന്ന് കയറിയിരുന്നു, പ്രസന്റ് ചെയ്തത്. അതാ അതിന്റെ ഓർഡറൊക്കെ മാറിക്കണം. അപ്പൊ അത് എന്താ പറയാ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഏതായാലും ക്ലാസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ മാഡം, നമ്മുടെ സാധാരണ ക്ലാസ് കഴിയുമ്പോൾ ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാറുണ്ട്. അതൊരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്യാം. ക്ലാസ്സിന് മുൻപും നമ്മൾ ഷെയർ ചെയ്യുന്ന റെസ്പോൺസ് ഷീറ്റിൽ ആരൊക്കെയാണോ അത് ഫില്ല് ചെയ്യുന്ന ആ മെയിൽ ഐ ഡി നമ്മൾ കളക്ട് ചെയ്തിട്ട് ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോ കൂടെ മെയിലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവും ഫോൾഡർ വെച്ചിട്ട് ഓരോ ക്ലാസ്സിന്റെ ഫോൾഡർ വെച്ചിട്ട് അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസന്റേഷനും അതുപോലെ ഓർഡേഴ്സും സർക്കുലേഴ്സും ഒക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതും റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു താങ്ക്സ് പറയുന്നതിന് വേണ്ടി ചവറ സെക്ഷനിൽ ആയിരിക്കുന്ന ആകാശ് RP ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. സാർ ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് ക്ലാസ് അറേഞ്ച് ചെയ്തതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. പിന്നെ സാറിന്റെ ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം സാർ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമുക്ക് പുതിയ എഞ്ചിനീയേഴ്സ് എന്ന നിലയിൽ വളരെ ഡൗട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ സെലക്ഷൻ ഓഫ് ദ പമ്പ്. അന്നേരം അതില് സാർ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. ഓൾമോസ്റ്റ് നമ്മൾ ഇടയ്ക്കുള്ള എല്ലാവർക്കും അത് നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ എനിക്കൊരു സജഷൻ പറയാനുള്ള സാർ, പിന്നെ നമുക്ക് ഇനിയിപ്പം ഡ്രൗട്ട് സീസൺ വരുവാണല്ലോ. അന്നേരം പലയിടത്തും ഇപ്പോഴും ട്യൂബെൽ സ്കീംസ് തന്നെയാണ്. അന്നേരം എങ്ങനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് അത് പമ്പിന്റെ ലൈഫ് കൂട്ടി എങ്ങനെ നമുക്ക് ഈ ഡെഡ് എൻഡ് വരെ പമ്പിങ് അവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് നമ്മുടെ സീനിയേഴ്സും എല്ലാവരും കൂടെ ആയിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലെ സൗബിൻ സാറിന്റെ നേതൃത്വത്തിൽ വെച്ചാൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് സെലക്ഷൻ ഓഫ് ദ പമ്പ് അത് ഓൾമോസ്റ്റ് സാർ എല്ലാം ടച്ച് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പേരിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും പേരിലും സാറിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇത്ര ഇൻഫോർമേറ്റീവ് ആയ ഒരു ക്ലാസ് തന്നെ. താങ്ക് യു സാർ. താങ്ക് യു സുബിൻ. എനിക്കില്ലേ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ താങ്ക് യു. ഓക്കെ.